നന്ദി ബന്ദിരായ ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1711 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ PS നിത്യയാണ്. BHMS MA സൈക്കോളജിയാണ്. PG ഇൻ കൗൺസിലിംഗ് കേരള യൂണിവേഴ്സിറ്റി, ട്രെയിനർ NLP, മെഡിക്കൽ ഓഫീസർ ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാറാനല്ലൂർ തിരുവനന്തപുരം, ഒപ്പം എന്ന പ്രോജക്റ്റിന്റെ മുൻ നോഡൽ ഓഫീസർ, കൺസൾട്ടന്റ് കൗൺസിലർ PDC അഡോളസന്റ് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും MLAയിൽ നിന്നും ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിത്വം. 200-ലധികം പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകാനായി 23 വർഷത്തെ ചികിത്സാ പരിചയമുള്ള നിത്യ ഡോക്ടറോടൊപ്പം എന്നതാണ് ഇന്നത്തെ വിഷയം. ഡോക്ടർ ഇതിനോടകം വളരെ നല്ല ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു നല്ല ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് PS നിത്യ ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു മാഡം. മാഡം സൗണ്ടും ഒക്കെ ക്ലിയർ ആണല്ലോ മാഡം? അതെ അതെ അതെ. ഓക്കെ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ കഴിഞ്ഞ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല, ചെറിയൊരു തടസ്സം വന്നിരുന്നു. അപ്പൊ ഞാൻ ടോപ്പിക് ജസ്റ്റ് ഒന്ന് മാറ്റി. പക്ഷെ ഇത് ഇപ്പം നേരത്തെ എടുത്തു പോയ മാഡം പറഞ്ഞ ടോപ്പിക്കിനോട് റിലേറ്റഡ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇത് സെലക്ട് ചെയ്ത് നന്നായി, കാരണം കുറച്ചും കൂടി ഓർത്തിരിക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു അസുഖം, അതായത് നമുക്കറിയാം എക്സിമ ഒത്തിരി OPയിലും നമ്മുടെ ക്ലിനിക്സിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ എക്സിമ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ തലയിലോട്ട് വരുന്ന സൾഫർ, ഗ്രാഫൈറ്റിസ്, സോറിനം, അങ്ങനെ കുറച്ച് മെഡിസിൻസ് ആയിരിക്കും നമുക്ക് എക്സിമയിലോട്ട് വരുന്നത്. പക്ഷേ ഈ എക്സിമ എന്താണ്, അല്ലെങ്കിൽ എക്സിമയ്ക്ക് എത്രയൊക്കെ വശങ്ങളുണ്ട്? എക്സിമ എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ ഒരു ഹോമിയോപ്പതിയുടെ യൂസ് നമുക്ക് എങ്ങനെ മൊത്തം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. കാരണം സത്യം പറഞ്ഞ സ്കിൻ ട്രബിൾസുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ പേഷ്യൻസ് നമുക്കറിയാം, നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഒത്തിരി അലോപ്പതിക് മെഡിസിൻസ് ഒക്കെ എടുത്തു, ഇടയ്ക്ക് മെഡിസിൻ കഴിക്കും. ഇന്ന് നമ്മൾ OPയിൽ സാധാരണ സ്ഥിരം നമുക്ക് ഇന്നത്തെ ഡോക്ടേഴ്സിനെല്ലാം കിട്ടാറുള്ളതാണ്. ലോഷൻസ് ഉപയോഗിച്ച് നോക്കി, ഓയിൻമെന്റ്സ് ഉപയോഗിച്ച് നോക്കി, പക്ഷെ അപ്പ കുറയുന്നു, പിന്നെ 1 മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പം നമുക്ക് സാധാരണ ചിലപ്പോഴൊക്കെ മിക്കവാറും കേസസ് നമ്മൾ ഈ ഒരുപാട് പേഷ്യന്റ് ഒക്കെ ഉള്ള OP നമ്മൾ സൾഫർ ഒക്കെ കൊടുത്ത് ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് സൾഫർ കൊടുക്കുമ്പോഴും ആ ചൊറിച്ചിൽ കുറയും, പക്ഷെ അത് ഫുള്ളായിട്ട് പോകുന്നില്ല. അപ്പൊ അതിന്റെ കോസ് എന്താണ്? ഇപ്പൊ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഡോക്ടേഴ്സിന് ഒരു കേസ് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ അതിന്റെ പുറകെ പോകുന്നത്, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ പുറകെ പോകുന്നത്. അപ്പൊ അതേപോലെ ഈ എക്സിമ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും അതിന്റെ ബേസിക് കോസ് എന്താണ്, അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു? എക്സിമ എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലമേറ്ററി സ്കിൻ കണ്ടീഷൻ നമുക്കറിയാം. അപ്പൊ ഇൻഫ്ലമേറ്ററി സ്കിൻ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കത് എങ്ങനെ പ്രസന്റ് ചെയ്യും, നമ്മുടെ ബോഡിയിലോട്ട് എങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും? ഇച്ചിങ് ആണ്. ഇച്ചിങ് മാത്രമാണോ? അല്ല, ഡ്രൈനെസ്, ഇച്ചിങ്, റാഷസ്. അതായത് സ്കിൻ അങ്ങ് ഡ്രൈ ആണ്, സ്കിന്റെ മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് പോവുകയും സ്കിന്ന് ഡ്രൈ ആവുകയും, ആ ഡ്രൈ ആകുമ്പോൾ എന്താ സംഭവിക്കുക? സ്കിൻ എന്ന് പറയുന്ന ഒരു ബാരിയർ ആണ്, നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് അകത്തേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബാരിയർ ആണ് സ്കിന്ന്. അപ്പൊ സ്കിന്നിന്റെ ആ ബാരിയറിനകത്ത് ഒരു ഇൻഫ്ലമേറ്ററി ഓർഗാനിസം വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ എക്സ്പെൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷെ പോകുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ആ ബാരിയറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി പോകുന്നു. അതാണ് ഒരു അലർജിക് ടെൻഡൻസി പോലെ ആ ഇമ്മ്യൂൺ റിയാക്ഷൻ കൂടി പോയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. പക്ഷെ പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് ഇതായിരിക്കും, ഡ്രൈനെസ് ആയിരിക്കും, ഇച്ചിങ് ആയിരിക്കും, റാഷസ് ആയിരിക്കും. അപ്പൊ ഇനി ഇത് എന്തൊക്കെ കൊണ്ട്, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എക്സിമ വരാമോ? വരാം. ഹെറിഡിറ്ററി കണ്ടീഷൻ കൊണ്ട് വരാം. പിന്നെന്താണ്? എൻവയോൺമെന്റൽ കണ്ടീഷൻ കൊണ്ട് വരാം. അത് ചില അലർജൻസ്, ചില സാധനങ്ങൾ നമുക്കറിയാം. എക്സിമയ്ക്കകത്ത് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ഹോമിയോപ്പതിക്കലി നമുക്കത് യൂസ്ഫുൾ ആണോന്ന് ചോദിച്ചാൽ എല്ലാം അത്ര യൂസ്ഫുൾ അല്ല. എന്നാലും ഒരുമാതിരിപ്പെട്ട എല്ലാ ടൈപ്പ് ഓഫ് എക്സിമയുടെ എല്ലാ ക്ലാസിഫിക്കേഷനും നമുക്ക് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ഈ എക്സിമയ്ക്കകത്ത് നമ്മൾ അറിയാം, ഫസ്റ്റ് നമുക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അറ്റോപിക് എക്സിമ. അതെന്താണ്? കുഞ്ഞു കുട്ടികളിൽ വരുന്ന എക്സിമയാണ്.
അപ്പം അത് പിന്നെ ഒരു ഇൻഫൻസി വരെയൊക്കെ നിന്നിട്ട് പിന്നെ അത് വളരെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകുന്നതായിട്ട് കാണാം. അതിനും നമുക്ക് മെഡിസിൻ ഉണ്ട്. അത് ഏതൊക്കെയാണ് മെഡിസിൻ നമുക്ക് പുറകെ പറയാം. പിന്നെ അടുത്ത് നമ്മൾ പറയാറുള്ളതാണ് എന്താണ് സെബോറിക് ഡെർമറ്റൈറ്റിസ്, എങ്ങനെ തലയിൽ സൂപ്പർ മെഡിസിൻസ് നമുക്കുണ്ട് അല്ലേ. ലെതറിലേക്ക് ക്രസ്റ്റ് ഫോം ചെയ്യുന്നു, അതിൽ നിന്ന് ഊസിങ് ഡിസ്ചാർജ് വരുന്നു, ഇതിനെല്ലാത്തിനും നമുക്ക് മെഡിസിൻസ് ഉണ്ട്. ന്യൂമുലാർ ഡെർമറ്റൈറ്റിസ് അതിനും നമുക്കുണ്ട്. റൗണ്ട് ആയിട്ടുള്ള ഇറപ്ഷൻസ് വരികയാണ്, നമുക്ക് അതിനും മെഡിസിൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ മെഡിസിൻസ് ഈ മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിക്കിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കോമൺ മെഡിസിൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. റെയർ മെഡിസിൻസ്, അതായത് റെയർ ആയിട്ടുള്ള നമുക്ക് എന്നാ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. സ്ലോ ആയിട്ട് പറയാം, അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ തന്നെ പഠിച്ചങ്ങ് പോകാൻ പറ്റും. ഒന്ന് പഠിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതായത് നമുക്ക് ദേഹത്ത് ഫുള്ളായിട്ട് ഇപ്പൊ ഒരു പ്രത്യേക ലൊക്കേഷനിൽ വരുന്ന എക്സിമയുണ്ട്, താടിയിൽ വരുന്ന എക്സിമയുണ്ട്, ചെവിയിൽ വരുന്ന എക്സിമയുണ്ട്, ലിപ്സിൽ വരുന്ന എക്സിമയുണ്ട്. അപ്പൊ അതേപോലെ അങ്ങനെ അല്ലാതെ ഹോളായിട്ട് ദേഹം മൊത്തവും ചൊറിയാണ്, ഫുള്ളായിട്ട് എക്സിമ വരുന്നു, ഇച്ചിങ് ഓൾ ഓവർ ദ ബോഡി വരെയാണ്. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ എന്താണ്, ഒരു അത്യാവശ്യം മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇച്ചിങ് വേഴ്സ് എപ്പോഴാണ്, നൈറ്റ് ആണ്. നൈറ്റ് ഫ്രം അൺഡ്രസ്സിങ് ആൻഡ് ബാത്തിങ്, കുളിച്ച് കഴിയുമ്പോൾ, സാധാരണഗതിയിൽ കുളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആശ്വാസമാണ് കിട്ടുന്നത്. പക്ഷെ അൺഡ്രസ് ചെയ്ത് ബാത്ത് ചെയ്ത സമയത്ത് ഇച്ചിങ് ഇറപ്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു, നൈറ്റ് അഗ്രവേഷൻ ആണ്. പിന്നെ എന്താണ്, ഇമ്മൻസ് സ്കെയിൽസ്, ഇമ്മൻസ് ബ്രാൻഡ് ലൈക്ക് സ്കെയിൽസ്, ചൊറിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്കെയിൽ ഫോർമേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഊസിങ് ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ ബാക്കിലായിട്ട് ഊസ് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ എന്തൊക്കെയാണ്, ഹെയർസ്, മുടിയുടെ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇൻ ഫോൾസ് ഓഫ് സ്കിൻ പ്ലസ് റോനസ് പ്ലസ് സോർനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ എക്സിമയുടെ സിംറ്റം പറഞ്ഞ എല്ലാം ഏകദേശം കവർ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണിത്. പിന്നെന്താണ്, ഫയറി റെഡ് സ്കിൻ, ഈ ചൊറിയുന്ന ഭാഗം അങ്ങ് നന്നായിട്ട് അങ്ങ് ചുമക്കുകയാണ്, ഫയറി റെഡ് ആയിട്ടുള്ള സ്കിന്നായിട്ട് മാറുന്നു. പിന്നെന്താണ്, റിംഗ് വേം ആണെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റും. സോ മെഡിസിൻ ഏതാണ്, ട്യൂബർകുലിന്. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, അതായത് എൻറ്റയർ ബോഡി, ദേഹം മൊത്തം ചൊറിയുന്നുണ്ട്, നൈറ്റ് അഗ്രവേഷൻ ആണ്, ബാത്തിങ് ആൻഡ് അൺഡ്രസ്സിങ് ആണ് കൂടുന്നത്, ഊസിങ് ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ പുറകിലും മുടിയുടെ അവിടെയും കൂടുതലായിട്ട് വരുന്നു. ഈ മുടിയുടെ അവിടെ കൂടുതലായിട്ട് ചൊറിച്ചിൽ വരുന്ന രണ്ടെണ്ണമാണുള്ളത് കൂടുതലായിട്ടും, അതായത് നാട്രമൂറും ഉണ്ട്, അതേപോലെ ഇത് ട്യൂബർകുലിനും ഉണ്ട്. ഇത് രണ്ടും ഏകദേശം ട്യൂബർകുലാർ മയാസവും ഉള്ള മെഡിസിൻസ് തന്നെയാണത്. പിന്നെന്താണ്, ഊസിങ് ഉണ്ട്. ഊസിങ് എങ്ങനെയാണ്, ഊസിങ് ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ പുറകിൽ ഊസിങ് വരുന്ന ഏതൊക്കെ മെഡിസിൻസ് ആണ് ഉള്ളത്, സാനിക്കുല ഉണ്ട്, ഗ്രാഫൈറ്റിസ് ഉണ്ട്, സോറിനം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഡിസ്ചാർജ് ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ പുറകിലോട്ട് ഡിസ്ചാർജ് വരുന്നുണ്ട്. പിന്നെന്താണ്, ബ്രാൻഡ് ലൈക്ക് സ്കെയിൽസ് ഇങ്ങനെ ചിതുമ്പല് പോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണ്. ആൻഡ് ഹാവിങ് എ ഫയറി റെഡ് സ്കിൻ, ചുമന്ന സ്കിന്നാണ് വരുന്നത്, ചൊറിയും തോറും ആ സ്കിൻ ഇങ്ങനെ ചുമന്നുകൊണ്ടേയിരിക്കും. പിന്നെന്താണ്, റിംഗ് വേം ഉള്ള ഇറപ്ഷൻസ് ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് കിട്ടാറുള്ള രണ്ടെണ്ണമാണ്, ട്യൂബർകുലിനും സെപ്പിയും. റിംഗ് വേം ഇറപ്ഷൻസിന് ഏറ്റവും സൂപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ട് മെഡിസിൻസ് ആണ് ട്യൂബർകുലിനും ആൻഡ് സെപ്പിയ. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും സിംറ്റംസ് കവർ ചെയ്യുന്ന മെഡിസിൻ ഇസ് നൺ അതർ ദാൻ ദ ട്യൂബർകുലിനും. ഇനി അടുത്തത്, best selected remedies. When best selected remedies fail to heal a syphilitic affection, നമ്മൾ പല മെഡിസിൻസും കൊടുത്തു നോക്കിയിട്ട് ഒന്നും ഹീൽ ചെയ്യുന്നില്ല, പക്ഷെ സിഫിലിറ്റിക് ആണ് ആ പേഷ്യന്റ് നമുക്ക് തോന്നുന്നെങ്കിൽ, then syphilitic or chancre patients are treated by local means and as a result has suffered from throat and skin troubles. ഇപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് പാർട്സിനകത്ത് വരുന്ന ഇറപ്ഷൻസിന് എന്തെങ്കിലും ലോക്കൽ ലോഷൻസോ ഒക്കെ കൊടുത്തിട്ട് ഹീൽ ചെയ്യാൻ അലോപ്പതി ട്രീറ്റ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ആഫ്റ്റർ ദാറ്റ് പേഷ്യന്റ് ഈ നമ്മുടെ ഈ സ്കിൻ ഇറപ്ഷൻസ് അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്നത് ചില രോഗങ്ങളുമായിട്ട് ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഏതൊക്കെയാണത്, ആസ്മയുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ആസ്മയ്ക്ക് മെഡിസിൻ കൊടുത്ത് സപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലീഡ് ടു ചില മെഡിസിൻസ് ഉണ്ട് ലീഡ് ടു ദിസ് ടൈപ്പ് ഓഫ് എക്സിമ. പിന്നെ അതേപോലെ തന്നെ ഈ എന്താണ് പ്രൈവറ്റ് പാർട്സിൽ പിന്നെ ഷാങ്കറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഇറപ്ഷൻസ് വന്നിട്ട് അല്ലെങ്കിൽ ദേ ട്രീറ്റഡ് വിത്ത് ലോക്കൽ ട്രീറ്റ്മെന്റ്സ്, ലോഷൻസോ ഒക്കെ കൊടുത്ത് അലോപ്പതിക്കാർ കൊടുത്തിട്ട് ആൻഡ് ദേ ഹാഡ് ഹീൽ ഫോർ എ സർട്ടൺ ടൈം. പക്ഷെ അത് പിന്നെയും ഇടക്കിടക്ക് വരികയാണ്. പക്ഷെ അതിന്റെ കൂടെ എന്താ അസോസിയേറ്റ് സിംറ്റം ഉള്ളത്, ദാറ്റ് മേ ബി ഹാവിങ് ത്രോട്ട് കംപ്ലൈൻസും സ്കിൻ ട്രബിൾസും കൂടെ ഉണ്ടായിരുന്നു ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് ഈ മൂന്ന് കംപ്ലൈൻസുമായിട്ട് ആ പേഷ്യന്റ് സ്ട്രഗിൾ ചെയ്യാണ്.
are nearly always benefited by this remedy at the commencement of treatment unless other remedies are indicated. ഇപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു സിംറ്റം വന്നു, യൂഷ്വലി അലോപ്പതി നമുക്ക് അറിയാം, അലോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് വരുന്ന കേസസ് വാട്ട് ഹാപ്പൻസ് വി ഡോണ്ട് ഗെറ്റ് ദ സിംറ്റം. പേഷ്യന്റ് ജസ്റ്റ് ഇങ്ങനെ പറയത്ത മാത്രമേ ഉള്ളൂ, എന്താണ് ഞാനിങ്ങനെ ചൊറിച്ചിലുണ്ട്, അപ്പൊ വേറെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ചോപ്പുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല, സ്കിൻ ഡ്രൈ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറയുന്ന ആളായിരിക്കും ബിക്കോസ് ഇറ്റ് ബീങ് മാസ്ഡ് ബൈ ദിസ് അലോപ്പതി ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള കേസസ് നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, വി നീഡ് ആൻ ഓപ്പണിംഗ് ആൻഡ് ദ പേഷ്യൻസ് ഹാവിംഗ് എ സ്പെസിഫിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസ് ഓപ്പൺ അപ്പ് ചെയ്യാൻ കൊടുക്കാവുന്ന മെഡിസിൻ ആണ് സിഫിലിന. ഇനി അടുത്തത്, അതായത് എക്സിമ വന്നിട്ട് യെല്ലോ മോയ്സ്ചർ ഊസസ് ഫ്രം അണ്ടർ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, പുറ്റു പോലെ ഫോം ചൊറിഞ്ഞ് പുറ്റായി, ആ പുറ്റിന്റെ അടിയിൽ നിന്ന് കമ്മിങ് ഓൺ ദ യെല്ലോ ഡിസ്ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ യെല്ലോ ഡിസ്ചാർജ് വന്നിട്ട് അതിന് പിന്നെ ഈ ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നതിന് ചുറ്റുഭാഗത്തും എന്തായിരിക്കും, ദർ വിൽ ബി ന്യൂ വെസിക്കിൾസ്, പുതിയ വെസിക്കിൾസ് ഫോം ചെയ്തിരിപ്പുണ്ട്. അപ്പൊ പുറ്റ് വരുന്നു, അതിന്റെ അടിയിൽ യെല്ലോ ഡിസ്ചാർജ് വരുന്നു, അതിന് ചുറ്റും വെസിക്കിൾസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വെസിക്കിൾസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഈ പിന്നെ ഒരു സൈഡ് ചൊറിയുമ്പോൾ അവിടെ ചൊറിച്ചിൽ മാറുന്ന ലൊക്കേഷൻ ചേഞ്ചസ്, അടുത്തൊരു സ്ഥലത്ത് വീണ്ടും ചൊറിച്ചിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ലൊക്കേഷൻ മാറി പൊക്കോണ്ടിരിക്കുകയാണ്. ആൻഡ് ഇഫ് ദ പേഷ്യന്റ് ഈസ് ഹാവിംഗ് എ സപ്രഷൻ ഹിസ്റ്ററി, ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സിംറ്റം പറയണം, അപ്പൊ നമ്മൾ ആ പേഷ്യനോട് ചോദിക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ എക്സിമ ആയാലും, എക്സിമയ്ക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എക്സിമ ഇസ് ഹാവിംഗ് സംതിങ്. എന്തുകൊണ്ടാണ് എക്സിമ ഇത്രയ്ക്ക്, എക്സിമ ഇസ് വെരി ക്ലോസ് ടു ദി ഇമ്മ്യൂൺ സിസ്റ്റം. ദാറ്റ് മീൻസ് വാട്ട്, ദ പേഴ്സൺ ആസ് എ ഹോൾ ഇസ് ഭയങ്കര അസോസിയേറ്റഡ് ആണ്. എക്സിമയ്ക്കകത്ത് അടിച്ചു പോകുന്നത് ആദ്യം ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്താണ് ബ്രേക്കേജ് വരുന്നത്. അപ്പൊ കോൺസുലർ റെമഡി എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആണ്. അപ്പൊ കോൺസുലർ റെമഡിയിലൊക്കെ നമുക്ക് ചാടി ഉടനെ കോൺസുലർ റെമഡി നമുക്ക് കിട്ടത്തില്ല, പിന്നെ ദ ഓപ്പണിംഗ് ഓഫ് ദ കേസ്. അപ്പൊ അതേപോലത്തെ കേസസിലൊക്കെ നമുക്ക് ഇതുപോലെ കോൺസുലർ മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഫോർ ഓപ്പണിംഗ് ഓഫ് ദ കേസ്. അപ്പൊ ഈ പേഷ്യന്റിന് ഒരു സപ്രഷൻ ഹിസ്റ്ററി ഉണ്ട്, നന്നായിട്ട് മാനസികമായിട്ട് ഇമോഷൻ സപ്രസ് ചെയ്യാണ്, അത് ഇമോഷൻ സപ്രസ് ചെയ്തിട്ടുള്ള പേഷ്യന്റ് ആൻഡ് ഇഫ് ഷി ഓവർകം ഫ്രം ഇറ്റ് അങ്ങനല്ല, ഇഫ് ഷി ഈസ് കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് സപ്രസീവ് ഹിസ്റ്ററി കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, മെന്റൽ ഹിസ്റ്ററിയും കടന്നു പോയിക്കൊണ്ടിരിക്കണം, പ്ലസ് ദിസ് ആഡഡ് ഫിസിക്കൽ സിംറ്റംസും ഉണ്ടെങ്കിൽ ബ്ലൈൻഡ്ലി വി ക്യാൻ ഗിവ് ദിസ് സ്റ്റാഗ്രിയ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് സോർനെസ് ബിഹൈൻഡ് ദ ഇയേഴ്സ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് വൈറ്റ് ഗ്രേ വിസിഡ് ഫ്ലൂയിഡ്. അതായത് ചെവിയുടെ പുറകിൽ നിന്ന് വേദനയുണ്ട് ആൻഡ് ദിസ് ഹാവിങ് എ വൈറ്റ് ഗ്രേ വിസിഡ് ഫ്ലൂയിഡ്. ഇതുപോലത്തെ കേസസ് ഒക്കെ നമുക്ക് സാധാരണ കിട്ടാറുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കേസുണ്ട്, അലോപ്പതി ഹോസ്പിറ്റലിലെ നമ്മുടെ തൊട്ടടുത്തുള്ള അലോപ്പതി ഹോസ്പിറ്റലിലെ ഒരു ഫാർമസിസ്റ്റ് കുട്ടിയാണ്. ഇനി ചെയ്യാൻ മെഡിസിൻ ഒന്നുമില്ല, വൺ ഗ്രാഫൈറ്റിസ് വണ്ണം ഹീൽഡ് ദ കേസ് of an eruption that is behind ഈ ടൈപ്പ് ഓഫ് ഫൂസിംഗ് ഉണ്ട് that behind the ears and the character of the discharge not white ആണ്, he is having a white discharge, ഈ yellowish discharge വരുന്നില്ല. അപ്പം വൈറ്റ് ഡിസ്ചാർജ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന മെഡിസിൻസ് പറഞ്ഞാൽ ഗ്രാഫൈറ്റിസ് പറ്റും, സോറിനം പറ്റും ആൻഡ് സാനിക്കുല. ഈ 3 മെഡിസിൻസ് ആണ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്, ഗ്രാഫൈറ്റിസ്, സോറിനം ആൻഡ് നെക്സ്റ്റ് സാനിക്കുല. ഈ 3 മെഡിസിൻസ് ആണ് ഇതിനകത്ത് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് നെക്സ്റ്റ് മെഡിസിൻ ഈസ് എക്സിമ റോ റെഡ് ഇൻഫ്ലെയിംഡ് എസ്പെഷ്യലി ഓൺ എഡ്ജസ് ഓഫ് ഹെയർ. ഇത് മുടിയുടെ അതെങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികൾ ഒന്ന് പറയും എന്താണ്, ഈ നമ്മുടെ മുടി പൊക്കിയിട്ട് അതിന്റെ അടിഭാഗത്ത്, അതായത് കഴുത്തിന്റെ ആ ഭാഗത്ത് ഹെയർ മാർജിൻസിൽ എക്സിമ വരികയാണ്. പിന്നെ എന്താണ്, ഈറ്റിംഗ് ടു മച്ച് സോൾട്ട്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ പേഷ്യനോടും ചോദിക്കണമെന്നാണ്, എത്ര തിരക്കുള്ള OP ആണെങ്കിലും ചില ഡോക്ടേഴ്സ് ഉണ്ട് ടേസ്റ്റ് വെച്ച് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. അതായത് മധുരമാണോ, എരിയാണോ, പുളിയാണോ, ഏതാണ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ, പിന്നെ അറ്റ് സീഷോർ ഓർ ഫ്രം ഓഷ്യൻ വോയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീഷോർ, ഇപ്പൊ സീഷോറിലും അതിൽ ഓഷ്യൻ വോയേജും പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് വരുന്ന എറപ്ഷൻസ് ആണെങ്കിൽ it is none other than the natramore. ഒന്നുകൂടെ പറയാം, ഹെയർ മാർജിൻസ്. ഹെയർ മാർജിൻസ് പറയുമ്പോൾ എല്ലാ ഹെയർ മാർജിൻസ് ഇതിൽ ഇൻഡിക്കേറ്റഡ് ആണ്. ഒരുപാട് സോൾട്ട് ഉപയോഗിക്കുന്നവര്, ഓഷ്യൻ വോയേജ്, സീഷോർ, ഇത്ര ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ വി ക്യാൻ ഗീവ് ദിസ് നാട്രമോർ. നമുക്ക് കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് നാട്രമോർ. ഇനി അടുത്തൊരെണ്ണം എന്ന് പറഞ്ഞാൽ ഫ്രെക്കിൾസും എക്സിമ സോളാരിസും. ഇത് രണ്ടും എന്താണ് ഈ ഫ്രെക്കിൾസ് എന്ന് പറഞ്ഞാൽ ബ്രൗൺ ടൈപ്പ് ഓഫ് പാച്ചസ്, നമ്മുടെ സ്കിന്നിന്റെ പുറത്ത്
ബ്രൗണിഷ് റെഡ് പാച്ചസ് പോലെ വരും. കുറച്ച് വെളുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ബ്രൗണിഷ് എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ പലർക്കും പല കളറായിരിക്കും. അതായത് ഇഫ് ഇറ്റ് ഈസ് ടേണിംഗ് ടു ചില ആൾക്കാർക്ക് എന്തായിരിക്കും വിൽ ബി ഫ്രെക്കിൾസ് വിൽ ബി ലൈറ്റ് മെജന്ത കളർ ആയിരിക്കും. ആ ബ്ലഡ് നമ്മുടെ സ്കിൻ കളർ അനുസരിച്ച് അതിന്റെ കളർ ഡിസ്കളറേഷൻ മാറും. പക്ഷേ ഈ സ്പോട്സ് ആണ് ഉണ്ടാകുന്നത്, സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്പോട്സ് ആണെന്ന് പറയുന്നത് ഫ്രെക്കിൾസ്. ആൻഡ് ഓൾസോ എക്സിമ സോളാരിസ്. എന്ത് എക്സിമ സോളാരിസ് അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എക്സിമ സോളാരിസ്. എന്ത് എക്സിമ സോളാരിസ്? സൂര്യപ്രകാശം അടിക്കുന്ന കൊണ്ട് സൺ ടാൻ, സൺ ബേൺ, സൺ ടാൻ എന്നൊക്കെ പറഞ്ഞ് സ്കിൻ ഡോക്ടേഴ്സ് ഒരു 1000 രൂപ 2000 രൂപ ഒരു പേഷ്യന്റ് മേടിച്ചെടുക്കുന്ന സാധനത്തിനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? മ്യൂറിയാറ്റിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് ആണ് മെഡിസിൻ. അതായത് പിന്നെ കീനോട്ടിലുള്ളതാണിത്. അതായത് ഫ്രെക്കിൾസ് ആൻഡ് എക്സിമ സോളാരിസ്. എക്സിമ സോളാരിസ് സൺലൈറ്റിന്റെ പ്രകാശം വന്ന് അടിച്ചിട്ട് നമ്മുടെ സ്കിന്നിനകത്ത് പാച്ചസ് വരികയാണ്. അതായത് സ്പോട്സ് ലൈക്ക് റെഡ്നെസ് ഓർ വയലറ്റ് പാച്ചസ് ഓർ മജന്ത ലൈക്ക് പാച്ചസ് സ്കിന്നിന്റെ പുറത്ത് ഫേസിലൊക്കെ വരുവാണെങ്കിൽ, അല്ല സ്കിന്നിൽ ഫുൾ ആയിട്ട് വരിപ്പിക്കാൻ തിങ്ക് ഓഫ് ദിസ് മ്യൂറിയാറ്റിക് ആസിഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇനി അടുത്തൊരു ഈ പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതൽ സിംറ്റംസ് ഉണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് അത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മെഡിസിൻ ആണ്. അതോട് ഇച്ചിരി കാര്യമായിട്ടുണ്ടത്. അതായത് എക്സിമ പ്ലസ് ഇച്ചിങ് ഇറപ്ഷൻസ് വേഴ്സ് ആഫ്റ്റർ വാക്സിനേഷൻ. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുത്തിട്ടുണ്ടാവും, വാക്സിനേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ എക്സിമ പ്ലസ് ഇച്ചിങ് ഇറപ്ഷൻ ആഫ്റ്റർ വാക്സിനേഷൻ കഴിഞ്ഞ് വരുന്ന ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ്? എക്സിമ ഇൻടോളറബിൾ ഇച്ചിങ് വേഴ്സ് ഇൻ ബെഡ് ആൻഡ് ടച്ച്. കട്ടിലിൽ കിടന്നു കഴിയുമ്പോഴത്തേക്ക് ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുകയാണ്, തൊടുമ്പോഴത്തേക്കും ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുകയാണ്. പിന്നെന്താണ്? കോപ്പിയസ് സിറസ് എക്സുഡേഷൻ. അതിൽ നിന്ന് വരുന്ന ഈ ചൊറിഞ്ഞു കഴിഞ്ഞ് വരുന്ന ഡിസ്ചാർജിന്റെ ക്യാരക്ടറും വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് സിറസ് ആയിട്ടുള്ള എക്സുഡേഷൻ ആണ് അതിൽ നിന്ന് വരുന്നത്. ചൈൽഡ് സ്ക്രാച്ചസ് കണ്ടിന്യൂസ്ലി വിച്ച് ഇസ് കവേർഡ് വിത്ത് ബ്ലഡ്. ചൊറിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ട്, ഊസിങ് എക്സുഡേഷൻ അല്ല എന്തോ ഒരു സിറസ് ആയിട്ടുള്ള ഒരു സാധനം അതിൽ നിന്ന് എക്സുഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇറപ്ഷൻസ് മോയിസ്റ്റ് ഇച്ചിങ് വേഴ്സ് അറ്റ് നൈറ്റ്. ഈ നൈറ്റ് അഗ്രവേഷൻ ഉള്ള മെഡിസിൻസ് നമ്മൾ ശരിക്കും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ചില മെഡിസിൻസ് ഇതുപോലെ ഉണ്ട്, ഇങ്ങനെ തന്നെ കിട്ടും. രാത്രി ചൊറിയുന്നു, കുളിക്കുമ്പോൾ ചൊറിയുന്നു, ഡ്രസ്സ് മാറ്റുമ്പോൾ ചൊറിയുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ഇൻഫ്ലമേഷൻ, റെഡ്നെസ് ഓൺ ദ ഫേസ്. ഇൻഫ്ലമേഷൻ ആൻഡ് റെഡ്നെസ് ഓൺ ദ ഫേസ്. മുഖത്ത് ചുമപ്പ് കളർ വരുന്നു. ലിനൻ ഓർ ചാപ്പൽ സ്റ്റിക്ക് ടു ദ അൾസേഴ്സ്. ദേ ബ്ലീഡ് വെൻ ടോൺ അവേ. നമ്മൾ പിടിച്ചു മാറ്റുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇങ്ങനെ പുറ്റി അങ്ങോട്ട് പിടിച്ചു മാറ്റുമ്പോൾ ബ്ലീഡ്, നന്നായിട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. Head covered with a thick leather-like crust under which thick white pus collects here and there. അതായത് തലയ്ക്കകത്ത് പുറ്റ് ഫോം ചെയ്തിട്ട് ആ പുറ്റിനെ മാറ്റുമ്പോൾ അടിയിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ അലോപ്പതി ടേമിൽ പറഞ്ഞ പോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഈ സാധനത്തിലുള്ള മരുന്ന് നമ്മുടെ ഹോമിയോപ്പതിയിലുണ്ട്. ദാറ്റ് ഈസ് ഹെയർ ഇസ് ഗ്ലൂഡ് ആൻഡ് മാച്ചഡ് ടുഗദർ. മുടിയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുക. എന്തോ പുറ്റിന്റെ അടി പഴുപ്പും കൂടെ വന്ന് മുടിയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പസ് ആഫ്റ്റർ ടൈം ഇസ് ഇക്കോറസ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? പസ് ഇക്കോറസ് ആയിട്ട് മാറും, ഭയങ്കര നാറ്റമായിട്ട് മാറും, ഒഫൻസീവ് ആയിട്ട് മാറും. ബ്രീഡ്സ് വെർമിൻ. ഈ അതിനകത്തുനിന്ന് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. സോ ദാറ്റ്സ് നൺ അതർ ദാൻ മിസീറിയം. ഇത്രയും സിംറ്റംസ് ഇതിനപ്പുറത്തോട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസിന് വേറെ മരുന്നില്ല. ബ്ലൈൻഡ്ലി വി ക്യാൻ ഗിവ് ദിസ് മിസീറിയം. ബിക്കോസ് എന്താ, എല്ലാ സിംറ്റം ഏകദേശം ഉണ്ട്. ഒന്നും കൂടെ ഞാൻ റിവൈൻഡ് ചെയ്യാം. അതായത് എക്സിമ, itching and itching eruption worse after vaccination. Eczema, intolerable itching worse in bed and touch. കട്ടിലിൽ കിടക്കുമ്പോഴും ടച്ച് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ആ ഡിസ്ചാർജിന്റെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും? സിറസ് ആയിരിക്കും, കോപ്പിയസ് ആയിരിക്കും. ഇക്കോറസ്, നാറ്റമുള്ള സിറസ് ആയിരിക്കും, കോപ്പിയസ് ആയിരിക്കും. പിന്നെന്താണ്? എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ചൊറിയുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് വരുന്നുണ്ട് അതിൽ കൂടി. പിന്നെ ഇൻഫ്ലമേഷൻ, റെഡ്നെസ് ഓൺ ദ ഫേസ്. മുഖത്ത് ചുമപ്പ് കളർ വീഴുന്നുണ്ട്. ലിനൻ ഓർ ചാപ്പൽ സ്റ്റിക്ക് ടു ദ അൾസേഴ്സ്. ദേ ബ്ലീഡ് വെൻ ടോൺ അവേ. ദെൻ എന്താണ്? ഹെഡ് കവേർഡ് വിത്ത് തിക്ക് ലെതർ ലൈക്ക് ക്രസ്റ്റ്. ആ ക്രസ്റ്റിന്റെ അടിയിൽ നിന്ന് വെള്ള പസ് വരുന്നുണ്ട്. പസ് വന്നിട്ട് എന്ത് സംഭവിക്കും? മുടിയെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഹെയർ ഇസ് ബീങ് ഗ്ലൂഡ്. അത് സ്വാഭാവികം. പസ് വരുമ്പോഴത്തേക്ക് മുടി സ്റ്റിക്കിങ് കൂടെ ആയതുകൊണ്ട് എന്താണ്? മുടിയെല്ലാം ഒട്ടിപ്പിടിക്കും. നല്ല നാറ്റമുണ്ട്. ബ്രീഡ്സ് വെർമിൻ. ഇത്രയാണെങ്കിൽ ഡിഫ്തീരിയ. സോ ഇറ്റ്സ് നൺ അതർ ദാൻ ദി സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഇനി അടുത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ്. ബിക്കോസ് ഇതിനകത്ത് ഒരു സിഫിലിറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്. ഷാങ്ക് പ്രൈമറി റെഗുലർ ഇൻഡുറേറ്റഡ് വിത്ത് ഹാർഡ് ലാർഡേഷ്യസ് ബേസ് ആണ്. ചീസി ബോട്ടം ആൻഡ് ഇൻവേർട്ടഡ് റെഡ് എഡ്ജസ് നല്ല റെഡ് ആയിരിക്കും. അടിയിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ചീസി ആയിട്ടുള്ള ഒരു ബോട്ടം ആയിരിക്കും. ഏത് ഭാഗത്തേക്കാണ് വരുന്നത്? വിത്ത് ഫൈമോസിസ് ആൻഡ് പാരാഫൈമോസിസ്.
deep round penetrating eating through the frenulum and prepuce, bleeding and painful, yellowish fluid discharge. Hanman's remedy for syphilis and diseases of the genitourinary tract is readily indicated if tongue is readily not indicated if tongue is dry. മെഡിസിൻ നമുക്ക് മനസ്സിലായി, ഇറ്റ്സ് നോട്ട് അതർ ദാൻ മെർസോൾ. അപ്പൊ എന്താണ്, എവിടെയാണ് വരുന്നത്, ഏതൊക്കെ പാർട്ടിലാണ് വരുന്നത്, ഡിസ്ചാർജിന്റെ പ്രത്യേകത എന്താണ്, ചീസിയാണ്. അപ്പൊ ചിലത് സിറസ് ആണ്, ചിലത് ചീസി ആണ്, ലാർഡേഷ്യസ് ബേസ് ഉണ്ട്, ഇറഗുലർ എഡ്ജസ് ആണ്. എഡ്ജസ് ഇറഗുലർ ആയിരിക്കും, അതിന്റെ അടിയിൽ ചീസി ബോട്ടവും ലാർഡേഷ്യസ് ആയിട്ടുള്ള ചീസി ബോട്ടവും മേളില് പിന്നെ ഇൻവേർട്ടഡ് റെഡ് എഡ്ജസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള റെഡ് എഡ്ജസ് ആയിരിക്കും വരുന്നത്. പിന്നെ എന്താണ്, ഹനുമാൻസ് റെമഡി ഫോർ സിഫിലിസ്. അപ്പം ഇത് നൺ അതർ ദാൻ ദിസ് മെർസോൾ. പക്ഷെ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ് എപ്പോഴാണ്, വെൻ ദ ടങ് ഈസ് ഡ്രൈ. ടങ് ഡ്രൈ ആണെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി ഗിവൺ വെൻ ദ ടങ് ഈസ് മോയിസ്റ്റ്. അപ്പൊ ഇനി നെക്സ്റ്റ്, ഇനി അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മെഡിസിൻ ആണ്. അതായത് ഇതും നമുക്ക് കിട്ടാറുണ്ട്, കൊടുത്തു നോക്കണം, നമുക്ക് ഭയങ്കര ആക്ഷൻ കിട്ടുന്ന മെഡിസിൻ ആണ്. അതായത് ലിഡ്സ്, കണ്ണിന്റെ പോളയ്ക്കകത്ത് നമുക്ക് ചില കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരും, കണ്ണിന്റെ പോളയ്ക്കകത്ത് ഇങ്ങനെ എന്താണ് പുറ്റു പോലെ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പൊ ലിഡ്സിനകത്തുള്ള എക്സിമയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇറപ്ഷന്റെ പ്രത്യേകത എന്താണ്, ചില ഇറപ്ഷൻസ് ഡ്രൈ ആണെങ്കിൽ ചിലതിനകത്ത് മോയിസ്റ്റ് ആണ്. ഇവിടെ ഇറപ്ഷൻ ഞങ്ങൾ മോയിസ്റ്റ് ആണ്, പിന്നെ ഫിഷേർഡ് ആണ്. പിന്നെ എന്താണ്, ലിഡ്സ് റെഡ് ആൻഡ് മാർജിൻസ് കവേർഡ് വിത്ത് സ്കെയിൽസ് ഓർ ക്രസ്റ്റ്. എന്താണ്, മാർജിൻസ് എല്ലാം എങ്ങനെയാണ്, സ്കെയിൽസ് അല്ലെങ്കിൽ ക്രസ്റ്റ് കൊണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദാറ്റ്? ദിസ് ഇസ് ഗ്രാഫൈറ്റിസ്. നെക്സ്റ്റ്, തിക് ബ്രൗൺ യെല്ലോ ക്രസ്റ്റ് ഓൺ സ്കാൽപ്പ്. സ്കാൽപ്പിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്രസ്റ്റ് ഓൺ ദ സ്കാൽപ്പ്, അതിന്റെ അടിയിൽ നിന്ന് എന്താണ് പസ്ലേക്ക് ഡിസ്ചാർജ് വരുന്നതാണെങ്കിൽ നമ്മൾ കണ്ടു ഇറ്റ്സ് മിസീറിയം. അതേപോലെ തന്നെ ഇത് ബ്രൗൺ യെല്ലോ ക്രസ്റ്റ് ഓൺ ദ സ്കാൽപ്പ്, ഫേസ്, ഫോർഹെഡ്, ടെമ്പിൾസ്, ചിൻ വിത്ത് റെഡിഷ് ബ്രൗൺ ബോർഡേഴ്സ്, ബ്ലീഡിംഗ് വെൻ സ്ക്രാച്ച്ഡ്. നമ്മൾ തൊടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ബ്ലീഡ് ചെയ്യും. ദാറ്റ് ഈസ് ഡൽക്യാമറ. വൺസ് അഗെയിൻ, ബ്രൗൺ യെല്ലോ ക്രസ്റ്റ് ഓൺ ദ സ്കാൽപ്പ്, സ്കാൽപ്പിൽ ബ്രൗൺ ക്രസ്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഫേസ്, ഫോർഹെഡ്, ടെമ്പിൾസ്, ചിന്ന് വിത്ത് റെഡിഷ് ബ്രൗൺസ് ബോർഡേഴ്സ്, ബ്ലീഡിംഗ് വെൻ സ്ക്രാച്ച്ഡ്, ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബ്ലീഡ് ചെയ്യും നന്നായിട്ട്. ആൻഡ് ദാറ്റ് ഈസ് ഡൽക്യാമറ. ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞു. നമ്മൾ കോമൺ മെഡിസിൻസ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അൺകോമൺ മെഡിസിൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മൊത്തം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പസ്റ്റൂൾസ് വിച്ച് റൺ ടുഗെദർ ഫോമിങ് തിക് യെല്ലോ സ്കാബ്സ് ഓൺ ദ ഹെഡ് ആൻഡ് ഫേസ്. ഇത് സൈക്കോസിസ് മെന്റേ. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് വരുന്ന യെല്ലോ സ്കാബ്സ് ഓൺ ഹെഡ് ആൻഡ് ഫേസ്, മുഖത്തും തലയിലും വരുന്ന പിന്നെ യെല്ലോ സ്കാബ്സ് ആയിരിക്കും. പസ്റ്റൂൾസ് വിച്ച് റൺ ടുഗെദർ, ഒരുമിച്ചായിട്ട് പസ്റ്റൂൾസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സിക്യൂട്ട. ഇനി എക്സിമ ഓർ ഇച്ചിങ് എക്സുഡേഷൻ, ഹാർഡ് ലെമൺ കളേർഡ് ക്രസ്റ്റ്. ഈ സിക്യൂട്ടയുടെ തന്നെ വേറെ പ്രത്യേകതയാണ്, യെല്ലോ കളേർഡ്, അതായത് ലെമൺ യെല്ലോ കളേർഡ് ക്രസ്റ്റ് ഫോം ചെയ്ത മെഡിസിൻ ആണ് സിക്യൂട്ട. അപ്പൊ ലെമൺ യെല്ലോ കളേർഡ് ക്രസ്റ്റ് ഉണ്ട്, തിക്ക് യെല്ലോ സ്കാബ്സ് ഉണ്ട്. എവിടെയൊക്കെയാണ്, ഹെഡിലും ഫേസിലും ആണ് വരുന്നതെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് സിക്യൂട്ട. ഇത്രയുമോടുകൂടി നമ്മുടെ എക്സിമ ഏകദേശം പ്രൈം ആയിട്ടുള്ള സാധനങ്ങൾ ഇത്രയും നമ്മൾ പറഞ്ഞു പോയി. സമയം എന്തോയി, 9:53. ഓക്കെ. അപ്പൊ ഞാൻ ഇനിയിപ്പോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സൺ ബേണും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2-3 സാധനങ്ങളാണ്. സൺ ബേണും വാട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൺ ബേണിലോട്ട് പതുക്കെ കിടക്കാം. അതായത് നമുക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ്, ഹോമിയോ ഡോക്ടേഴ്സ് നമുക്ക് കുറച്ചൊരു ഇത് കിട്ടുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം സൺബേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സൺബേണിനകത്ത് വരുന്നത് നമുക്ക് പല ടൈപ്പ് ഓഫ് സിംറ്റംസ് സൺബേണിനകത്ത് കിട്ടാറുള്ളത്. സൺബേണിനകത്ത് കിട്ടുമ്പോൾ നമ്മളിപ്പോ പറയും സൂര്യാഘാതം. ഈ പ്രാവശ്യം വലുതായിട്ട് അങ്ങനെ കേട്ടില്ലെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ കേട്ടുള്ളൂ. അപ്പൊ ഈ സൂര്യാഘാതം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ എഫക്ട്, ചിലവർക്ക് സ്കിന്നിലായിരിക്കും, ചിലവർക്ക് മൊത്തത്തിൽ വീക്ക്നെസ് ആയിരിക്കും. കാരണം എന്താണ്, അയോൺസ് എല്ലാം ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നതുകൊണ്ട് സ്കിന്നിന് ആൾക്കാർക്ക് ഭയങ്കര തളർച്ച, ഒരു കാരണവുമില്ല, ഭയങ്കര തളർച്ച, ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് മെഡിസിൻസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് കനോട്ട് ബെയർ ദ ഹീറ്റ് ഓഫ് ദ സൺ, സൂര്യപ്രകാശം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. വേഴ്സ് ഓവർ എക്സേർഷൻ ഇൻ ദ സൺ. നമ്മൾ ഈ സൂര്യപ്രകാശത്തിലോട്ട് പോകുമ്പോൾ അഗ്രവേഷൻ വരുന്ന 2-3 മെഡിസിൻസ് ഉണ്ട്. നമ്പർ 1 ഈസ് ലാക്കസിസ്, നമ്പർ 2 ഈസ് നാട്രമോർ. കണ്ണുടച്ച് നമുക്ക് കൊടുക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷനോടെ കുറച്ചുകൂടെ മീറ്റ് ചെയ്ത് കഴിയുന്നുള്ള മെഡിസിൻ ആണെങ്കിൽ സൂര്യപ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരുമാതിരിപ്പെട്ട എല്ലാ സിംറ്റത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2 കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ ആണ് ലാക്കസിസ് ആൻഡ് നാട്രമോർ. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സോഷൻ ഇൻ
വാം വെതർ, അതായത് ചൂട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ആളങ്ങ് അങ്ങ് ശരിക്കും അങ്ങ് തളർന്ന് കൊഴിഞ്ഞു പോകും, വാടിപ്പോവും. എയിൽമെന്റ്സ് ഫ്രോം സൺബേൺ, സൂര്യപ്രകാശത്തിന്റെ ആ സൺബേണിന്റെ എയിൽമെന്റ്സ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോമിയോപ്പത്തിക് റെമഡിയാണ് ആന്റി ക്രൂഡ്. ഒന്നും കൂടെ പറയാം, അതായത് നമുക്ക് സൺബേണിന് കണ്ണുടച്ച് കൊടുക്കാൻ പറ്റും. രണ്ടാമത് എന്താണ്, എക്സോഷൻ, സൂര്യപ്രകാശത്തിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എക്സോഷൻ, തളർന്നു പോവുകയാണ് ഭയങ്കരമായിട്ട്. പിന്നെന്താണ്, പിന്നെ കനോട്ട് ബെയർ ദ ഹീറ്റ്, സൂര്യപ്രകാശം ഒട്ടും അടിക്കാൻ പറ്റുന്നില്ല. ഇത്ര ഉണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് ദിസ് ആന്റി ക്രൂഡ്. ഇനി അടുത്തത് എരിത്തിമ ഫ്രം എക്സ്പോഷർ ടു സൺറൈസ്. നമുക്കറിയാം സ്കിന്നിലോട്ട് വരുന്ന എരിത്തിമാറ്റിക് ഇറപ്ഷൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് കാന്താരിസ്. അത് സൂര്യപ്രകാശത്തിന്റെ ആഘാതം കൊണ്ട് വരുന്ന എരിത്തിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് ദിസ് വൺ, കാന്താരിസ്. ഇനി അടുത്തത്, ഈ സൂര്യപ്രകാശത്തിലോട്ട് കൂടുതലായിട്ട് എക്സ്പോസ് ആയി പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അയോണിക് ഇംബാലൻസ് ഭയങ്കരമായിട്ട്, സോഡിയം പൊട്ടാസ്യം ഒക്കെ ഇടയ്ക്ക് നോക്കുമ്പോൾ വേരിയേഷൻ വരാറുണ്ട്. അപ്പം സൂര്യപ്രകാശത്തിലോട്ട് പോയി അല്ലെങ്കിൽ ചില തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ചില പേഷ്യൻസ് വന്നു, മാഡം എന്താണെന്ന് അവിടെ ഭയങ്കര സങ്കടം, അങ്ങ് വിഷമം തന്നെ, ഭയങ്കര ഒരു വിഷമം, എന്താ കാരണം എനിക്ക് അറിയത്തില്ല, ഭയങ്കര സങ്കടം, കണ്ണടച്ചു കൊടുക്കാൻ ജെൽസീമിയം. അതായത് ജനറലി ഡിപ്രസ്ഡ് ഫ്രം ഹീറ്റ് ഓഫ് സമ്മർ ഓർ സൺ, സൂര്യപ്രകാശത്തിന്റെ ആഘാതം കൊണ്ട് നമ്മുടെ മൂഡിനകത്ത് ഭയങ്കര ഡിക്ലൈൻ തോന്നിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് ദിസ് ജെൽസീമിയം. നെക്സ്റ്റ്, സ്പീഡ് കൂടുന്നുണ്ടോ മാഡം? ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഓക്കെ. നെക്സ്റ്റ്, സൺ സ്ട്രോക്ക് ആൻഡ് സൺ ഹെഡേക്ക് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് എവറി ഡേ വിത്ത് ദ സൺ. ഈ സൺ സ്ട്രോക്കും സൺ ഹെഡേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് സൺ ഹെഡേക്കിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് ഗ്ലോണോയിൻ. ഉറപ്പായിട്ടും കുറയും. എന്തുകൊണ്ടാ? തലച്ചോറിന്റെ കൺജഷൻ കുറയ്ക്കുന്നത് കൊണ്ടാണ് ഗ്ലോണോയിൻ കൊടുക്കുമ്പോൾ എന്തായാലും തലവേദന കുറയുന്നുണ്ട്. പിന്നെ കോൺസ്ട്രൽ മെഡിസിൻ വെച്ച് നമുക്ക് ബെൽഡോണ വേണമെങ്കിൽ കൊടുക്കാം, നാട്രമൂർ കൊടുക്കാം, ലാക്കസസ് കൊടുക്കാം. നമ്മൾ അന്ന് കുറേ മെഡിസിൻസ് പറഞ്ഞു അല്ലേ, സാങ്കുനറി അങ്ങനെയൊക്കെ ഉണ്ട്, കാലിബൈക്ക് എല്ലാം കൊടുക്കാം. നമ്മൾ മൈഗ്രെയിനകത്ത് എല്ലാം പറഞ്ഞതാണ്. പക്ഷേ ബ്ലൈൻഡ് ഇഫ് യു കൻ ഗിവ് ദ സൺ ഹെഡേക്ക്, സൺ ഹെഡേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പേഷ്യന്റ് വരികയാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് തന്നെ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ദ സൺ എന്ന് പറയുമ്പോൾ എന്തുവാ, സൂര്യൻ വരുമ്പോഴത്തേക്ക് കൂടെയാണ്, സൂര്യൻ പോകുമ്പോൾ തലവേദന പോയി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗിവ് ദിസ് ഗ്ലോണോയിൻ. ഗ്ലോണോയിൻ ഉണ്ട്, കാൽമിയ ഉണ്ട്, നാട്രം കാർബ് ഉണ്ട്. നാട്രം കാർബ് ഈ പറഞ്ഞ പോലെ ഈ സൂര്യപ്രകാശത്തിന്റെ ആഘാതം കൊണ്ടുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് നാട്രം കാർബ്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ തലവേദനയ്ക്കുള്ള മെഡിസിൻ എന്ന് പറയുന്നത് സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന തലവേദനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ ഇസ് ഗ്ലോണോയിൻ. നെക്സ്റ്റ്, കനോട്ട് ബെയർ ദ ഹീറ്റ് ഓഫ് ദ സൺ, സൂര്യപ്രകാശത്തിന്റെ ചൂട് താങ്ങാനേ പറ്റും, അയ്യോ എനിക്ക് വെപ്രാളം എടുക്കുന്നേ, ചൂട് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് മെനോപോസിലൊക്കെ പോകുന്ന സ്ത്രീകളാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് പറയും. അങ്ങനെ കനോട്ട് ബെയർ ദ ഹീറ്റ് ഓഫ് ദ സൺ, ഒരു സെക്കൻഡ് പോലും ഹീറ്റ് താങ്ങാൻ പറ്റുന്നില്ല, ലൈസിനാണ്. ലൈസിൻ അല്ലാതെ വേറെ ഏതൊക്കെ കൊടുക്കാൻ പറ്റും? ജെൽസീമിയം കൊടുക്കാം, ഗ്ലോണോയിൻ കൊടുക്കാം, ലാക്ടസസ് കൊടുക്കാം, നാട്രമോർ കൊടുക്കാം. അതായത് ഈ ലാക്ടസസ് നാട്രമോറും നമുക്ക് ഒരുമാതിരിപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ മീറ്റിനൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അതിന് എന്ത് രോഗമാണേലും ലാക്ടസസ് നാട്രമോറും സണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് ധൈര്യമായിട്ട് ലാക്ടസസ് നാട്രമോർ കൊടുക്കാം. പിന്നെ വേറെ ഏതൊക്കെ മെഡിസിൻസ്? ഗ്ലോണോയിൻ കൊടുക്കാം, ജെൽസീമിയം കൊടുക്കാം. ഇതെല്ലാമാണ് എന്താണ് കനോട്ട് ബെയർ ദ ഹീറ്റ് ഓഫ് ദ സണ്ണിന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ്. ഇനി ക്രോണിക് ഇഫക്റ്റ് ഓഫ് സൺസ്ട്രോക്ക്, നൗ വിത്ത് ദ റിട്ടേൺ ഓഫ് ഹോട്ട് വെതർ സഫേഴ്സ് ഫ്രം ഹെഡേക്ക്. അതായത് സൺസ്ട്രോക്കിന്റെ ആഘാതത്തിന്റെ ഏറ്റവും ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയിൽ, അതായത് ചില ആൾക്കാർ ഇങ്ങനെ പറയും, എന്റെ ദൈവമേ തല പിന്നെ ചൂട് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് തല അങ്ങ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് പോലത്തെ തലവേദന, സൂര്യപ്രകാശം അടിച്ചു. ഗ്ലോണോയിൻ പറയുന്ന പോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഇതാണ് നാട്രം കാർബ്. നാട്രം കാർബിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? ക്രോണിക് ഇഫക്റ്റ് ഓഫ് സൺസ്ട്രോക്ക് നൗ വിത്ത് റിട്ടേൺ ഓഫ് ഹോട്ട് വെതർ സഫേഴ്സ് ഫ്രം ഹെഡേക്ക്. ചൂട് കാലാവസ്ഥ അങ്ങോട്ട് തുടങ്ങുമ്പോഴേ തലവേദന അങ്ങ് തുടങ്ങുവാണ്, നാട്രം കാർബ് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ഡെബിലിറ്റി കോസ്ഡ് ബൈ ഹീറ്റ് ഓഫ് സമ്മർ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് നമ്മുടെ ഈ സൂര്യപ്രകാശത്തിന്റെ എഫക്റ്റ് കൊണ്ട് ഭയങ്കരമായ ക്ഷീണവും തളർച്ചയും ആന്റി ക്രൂഡ്, ഭയങ്കരമായ ഡിപ്രഷൻ ജെൽസീമിയം, നമ്മൾ നേരത്തെ പറഞ്ഞത് അത് രണ്ടും. ഇത് ഈ പറഞ്ഞ രണ്ടും ഉണ്ട്, പ്ലസ് എക്സോഷൻ ഫ്രം ലീസ്റ്റ് മെന്റൽ എഫേർട്ട്, മെന്റൽ ഓർ ഫിസിക്കൽ എഫേർട്ട്. ചെറുതായിട്ട് ഇച്ചിരി ജോലി ചെയ്യുമ്പോഴേ അങ്ങ് തളർന്നു കൊഴിഞ്ഞു പോകുന്നു. റെഡി ടു ഡ്രോപ്പ് ആഫ്റ്റർ എ വാക്ക്, ഇച്ചിരി നേരം നടന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാതെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ക്രോണിക് ഇഫക്റ്റ് ഓഫ് സൺസ്ട്രോക്ക്, സൺസ്ട്രോക്ക് എന്ന് പറഞ്ഞതിന്റെ രൂക്ഷമായ വശം കൂടുതലായിട്ട് സിംറ്റമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് നാട്രം കാർബാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 2-3 മെഡിസിൻസിന്റെ എല്ലാം കൂടെ ചേർന്നൊരു മെഡിസിൻ ആണ് നാട്രം കാർബ്. അതായത്
ഡെബിലിറ്റി ചോദിച്ചാൽ ഡെബിലിറ്റി ഉണ്ട്, ഏതിൻ്റെത് പോലെ ജെൽസീമിയത്തിന്റെ പോലെ. ഈ പിന്നെ ഇച്ചിരി അങ്ങോട്ട് നടക്കുക, ഇച്ചിരി എന്തെങ്കിലും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എക്സോഷൻ ഉണ്ട്. സൺസ്ട്രോക്കിന്റെ ഇഫക്റ്റ് കൊണ്ട് ഭയങ്കര എക്സോഷൻ. കുറച്ചു ദൂരം നടക്കുമ്പോൾ ഡ്രോപ്പ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇത്രയും സിംറ്റംസും കൂടെ ഒരുമിച്ച് വരുന്ന മെഡിസിൻ ആണ് നാട്രം കാർബ്. നെക്സ്റ്റ് അടുത്തത്, അതായത് സൺസ്ട്രോക്ക്, ഹാർഡ് ഫുൾ ത്രോബിങ് ഓഫ് ആർട്ടറീസ്, സെൻസിറ്റീവ് ടു സൗണ്ട്, സൗണ്ടിനോട് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഡബിൾ ഓർ പാർഷ്യൽ വിഷൻ. ഈ ഡബിൾ ഓർ പാർഷ്യൽ വിഷൻ രണ്ട് മെഡിസിൻസ് ഉണ്ട്. അതർ ദാൻ ദിസ് ജെൽസീമിയത്തിനും ഗ്ലോണോയിനും ഈ പറഞ്ഞ പോലെ ഡബിൾ ഓർ പാർഷ്യൽ വിഷൻ ഉണ്ട്. ഈ പറഞ്ഞ മെഡിസിനും ഉണ്ട് ഡബിൾ ഓർ പാർഷ്യൽ വിഷൻ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? പിന്നെ ഇത് ത്രോബിങ് ഓഫ് ആർട്ടറീസ് ആണ്. സൺസ്ട്രോക്ക് കൊണ്ട് തലയങ്ങ് ഫുൾ രക്തവും തലയിലോട്ട് എരച്ച് കയറിയതുപോലെ തോന്നും. ആർട്ടറീസ് ഒക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ആള് പറയുകയാണ് ഇങ്ങനെ തുടിക്കുന്നുണ്ട്, അത്രയ്ക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ത്രോബിങ് ഓഫ് ദ ആർട്ടറീസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡബിൾ ഓർ പാർഷ്യൽ വിഷൻ, തലയിലോട്ട് ബ്ലഡ് കയറിയപ്പോൾ ഒരു ഫുൾനെസ് ഓഫ് ദ ഹെഡ് അനുഭവപ്പെടുന്നു. ഇതെല്ലാം കൂടെ ഉള്ള മെഡിസിൻ ആണെങ്കിൽ ദാറ്റ് ഈസ് വെറാട്രം വിറൈഡ് ആണ് മെഡിസിൻ. ഓക്കെ, അപ്പോ ഏകദേശം നമ്മള് എന്താണ് സൺസ്ട്രോക്കിന്റെ എല്ലാം ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോയി. അതായത് ക്ഷീണത്തിന്റെ മെഡിസിൻ ഏതാണ്, തളർച്ചയുടെ മെഡിസിൻ ഏതാണ്, തലവേദനയുടെ മെഡിസിൻ ഏതാണ്, പിന്നെ സൺസ്ട്രോക്കിന്റെ മെഡിസിൻ ഏതാണ്, തലയിലോട്ട് രക്തം കയറുന്ന മെഡിസിൻ ഏതാണ്, ഇത്രയും നമ്മൾ ഏകദേശം ഒന്ന് പറഞ്ഞുപോയി. ഇത്രയും സാധനങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഐ തിങ്ക് ബാക്കി നമുക്ക് സൾഫറൊക്കെ എല്ലാവർക്കും അറിയാം, എക്സിമയുടെ ഒക്കെ സൾഫറൊക്കെ എല്ലാവർക്കും അറിയാം. ഈ സൺസ്ട്രോക്കിന് ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലാത്ത കുറച്ച് മെഡിസിൻസ് ഞാനിപ്പോ ഇവിടെ നിന്ന് ഓട്ടിച്ച് പറഞ്ഞു പോയത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പറയാൻ സമയം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? 10:01 ആയില്ലേ? ഇന്നല്ല 10 മണിയായതേ ഉള്ളൂ, ഇനിയുണ്ട് സമയമുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതായത് വാർഡ്സ് ആണ്. അതായത് നമുക്ക് അരിമ്പാറയുടെ ഒരു ഒപിക്കകത്ത് വിതിൻ 10 minutes നമുക്ക് എങ്ങനെയാണ് ഈ ഓരോ അരിമ്പാറയും നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്. പക്ഷെ ഞാൻ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പാസം അല്ലെങ്കിൽ ക്രാംസിന്റെ ഒരു കുറച്ച് മെഡിസിൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു ക്രാംസിന്റെ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിപ്പോ ഹോമിയോപ്പതിക്കകത്ത് പല മെഡിസിൻസ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സക്സസ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു സക്സസ് സ്റ്റോറിയുടെ ഇതിന്റെ പുറകെ പോയതാണ്. ഞാൻ ആ ക്രാംസ് മൊത്തം ഒന്ന് നോക്കി വെച്ചിരുന്നു. അപ്പോ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ എനിക്കൊരു കേസ് വന്നു. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വോട്ട്സിലോട്ട് പോകാം. അതുകൊണ്ട് അതായത് എനിക്കൊരു കേസ് വന്നു വെച്ചാൽ ഒരു കുട്ടിയുടെ കേസ് വന്നതാണ്. അപ്പൊ അവര് പറയണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കഥയ്ക്കകത്ത് എനിക്കത്ര വിശ്വസിക്കബിൾ ആയിട്ട് തോന്നിയില്ല. അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഞെട്ടുന്നു എന്നാണ് പറയുന്നത്. കുട്ടി ഞെട്ടുന്നു. അപ്പൊ ഞാൻ ശരി ഞെട്ടുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് മാഡം ഈ ഫിറ്റ് വരും പോലെ കുട്ടി ഞെട്ടുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ശരി ഈ ഫിറ്റ് എപ്പിലെപ്സി വരുന്ന പേഷ്യന്റ് വല്ലതാണോ? അല്ല മാഡം, അങ്ങനല്ല. കുട്ടി ഇങ്ങനെ സ്റ്റാർട്ടിൽ ചെയ്യാണ്, ഭയങ്കരമായിട്ട് ഞെട്ടുക മാഡം. ഞെട്ടിയിട്ട് പിന്നെ എന്തിനെ കാണുമ്പോഴാണ് ഞെട്ടുന്നത്? അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കുട്ടി 7 മണി കഴിഞ്ഞ് അങ്ങ് ഞെട്ടുക എന്ന് പറഞ്ഞു. അപ്പം അതെന്താണ് അതിന്റെ ബാക്ക് ഹിസ്റ്ററി എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു പോയപ്പോഴത്തേക്കും ആ കുട്ടി പറയുന്ന റീസൺ എന്ന് പറയുന്നത് അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോ ജനലിന്റെ അവിടെ വന്നിട്ട് ആരോ എന്താണ് തട്ടി എന്നാ പറയുന്നത്. അപ്പൊ ജനലിന്റെ അവിടെ ആരോ കല്ലെടുത്തെറിഞ്ഞത് തട്ടിയെന്ന് എന്തോ പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞ മാഡം അമ്മയോട് ചോദിച്ചു നോക്ക്, ഇങ്ങനെ അമ്മയും കേട്ടതാണ് സൗണ്ട്, ആരോ ജനലി വന്ന് തട്ടി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ 11 മണിക്ക് ആരോ ജനലി വന്ന് ഇങ്ങനെ തട്ടി മാഡം, എനിക്ക് അതിന് ശേഷം ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു എന്താ കാരണം. അപ്പൊ അവര് പറഞ്ഞ മാഡം ഇവള് ചുമ്മാ പറയുന്നേ, അതൊന്നുമില്ല, കോഴിക്കൂട്ടിനകത്ത് കോഴി ഇങ്ങനെ ചിറകിട്ടടിച്ചതിനെ കണ്ടിട്ട് ഇവള് ചുമ്മാ പറയുക കഥവ് ജനലി വന്ന് തട്ടിയെന്ന്. അപ്പോ ആ ഇതിങ്ങനെ കേസ് പറഞ്ഞു. പക്ഷെ നമ്മുടെ കേസ് ഫുള്ളായിട്ട് എടുത്തിട്ട് ഈ കുട്ടിക്ക് കോൺസ്ട്രൽ മെഡിസിൻ ഒക്കെ കൊടുത്തു നോക്കിയിട്ട് കോൺസ്ട്രൽ മെഡിസിൻ കൊടുത്തു നോക്കി, പലതും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരു രക്ഷയില്ല. അവസാനം അത് നമ്മുടെ ഒരു മെഡിസിനകത്ത് അത് ഫുള്ളായിട്ട് പോയി. അത് മാറി കിട്ടിയെന്നാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അക്യൂട്ട് മെഡിസിനും ആയിരുന്നു, കോൺസ്ട്രൽ മെഡിസിൻ ഒന്നും അല്ലായിരുന്നു. അത് മെഡിസിൻ ഏതായിരുന്നു? ഒരു ഓപ്പിയം. ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ ജസ്റ്റ് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഓപ്പിയത്തിന്റെ സക്സസ് സ്റ്റോറി കിട്ടിയപ്പോൾ ഞാൻ ഓപ്പിയത്തിന്റെ മൊത്തത്തിൽ എന്റെ പുറകെ പോയി. അപ്പം ഞാൻ ആ ഓപ്പിയത്തിന്റെ സിംറ്റം ജസ്റ്റ് ഒന്ന് പറയാം. അതായത് സ്പാസം ഓഫ് ചിൽഡ്രൻ ഫ്രം അപ്രോച്ച് ഓഫ് സ്ട്രേഞ്ചേഴ്സ് അപ്രോച്ച് ഓഫ് സ്ട്രേഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഫ്രം നഴ്സിംഗ് ആഫ്റ്റർ ഫ്രൈറ്റ് ഓഫ് മദർ, ഫ്രം ക്രൈയിങ്, ഐസ് ഹാഫ് ഓപ്പൺ പ്ലസ് അപ്ടേൺഡ്. പിന്നെ നെക്സ്റ്റ് ഈസ്
സ്ട്രീമിംഗ് ബിഫോർ ഓർ ഡ്യൂറിങ് സ്പാസം, ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും. പിന്നെന്താണ് ഡീപ്പ് സ്റ്റെർട്ടോഡിയസ് റെസ്പിറേഷൻ, കൂർക്കം വലിക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെന്താണ് ഇൻ ചിൽഡ്രൻ, കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കൂർക്കം വലി കൂടുതലായിട്ട്. പിന്നെ ഇൻഹലേഷൻ സമയത്തും എന്താണ് സ്റ്റെർട്ടോഡിയസ് ബ്രീത്തിങ് ഡ്യൂറിങ് റെസ്പിറേഷൻ. ഇത്രയും സിംറ്റം വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ നമുക്കിത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഓപ്യത്തിനകത്തോട് അതിന്റെ ഈ സ്പാസം മെഡിസിൻസ് മൊത്തം ഞാൻ എന്താണ് കൺവൾഷൻ, സ്പാസം ഇതെല്ലാം തപ്പി പോയപ്പോൾ കിട്ടിയ മെഡിസിനാണ് ഈ ഓപ്യം. പക്ഷെ ഞാൻ ഓപ്യം കൊടുത്തു നോക്കി, പക്ഷെ വണ്ടർഫുൾ റിസൾട്ടാണ് കിട്ടിയത്. കാരണം ആ കുട്ടിക്ക് ആ ഒരു എന്താ പറയുന്ന ഞെട്ടൽ എന്ന് പറഞ്ഞ സാധനമേ പോയി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മെഡിസിൻസിനകത്ത് ഈ പറഞ്ഞ മൈൻഡിനകത്തോട്ട് ആക്ട് ചെയ്യുന്ന മെഡിസിൻസും ഈ പുസ്തകത്തിനകത്തുള്ള മെഡിസിൻസ് എത്ര വണ്ടർഫുൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചത്. ഓക്കെ, വിൽ കം ബാക്ക് ടു ദ വാട്സ്. വാട്സ് പറഞ്ഞപ്പോൾ ഏത് പൊട്ടൻസി കൊടുത്ത് ഓപ്യം ഏതാ? 200 കൊടുത്തിട്ടുള്ളൂ, വെറും 200 കൊടുത്തിട്ട് ശരിക്കും അത് പോയി. പക്ഷെ ഈ കൊച്ചിന്റെ കോൺസുലർ മെഡിസിൻ ഒക്കെ എടുത്തപ്പോൾ വേറെ ഒരുപാട് മെഡിസിൻസ് കിട്ടി, അതൊന്നും ആക്ട് ചെയ്തില്ല. നമ്മുടെ ഈ ചെറിയ മെഡിസിൻ, നമ്മുടെ കീനോട്ടിനകത്തുള്ള സിംറ്റം വെച്ചിട്ടാണ് ഓപ്പിയം കൊടുത്തത്. പക്ഷെ നല്ല വണ്ടർഫുൾ റിസൾട്ട് കിട്ടി. ഓക്കെ, ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് ഇസ് വാട്സ്. നമുക്ക് വാട്സിലോട്ട് പോവാം. അതായത് വാട്സിനെ നമുക്ക് അറിയാം. നമ്മൾ വാട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ തൂജ, പിന്നെ സ്റ്റാഫിസെഗ്രിയ, തൂജ, അങ്ങനെ 2-3 മരുന്നേ ഉള്ളൂ. പക്ഷെ അല്ല, ഒരുപാട് ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് വാട്സിനകത്ത് മെഡിസിൻ കൊടുത്താൽ ടിപ്പിക്കലായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഈ വാട്സിനകത്തോട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്ക് പറ്റുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഹൈ പൊട്ടൻസി ആണ് എപ്പോഴും വാട്സിന് എഫക്റ്റീവ്. നിങ്ങളുടെയൊക്കെ മാഡത്തിന്റെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയാണോ? വാട്സ് ഹൈ പൊട്ടൻസി ആണോ, മീഡിയം ആണോ, ലോ ആണോ? അതൊന്ന് ആരെങ്കിലും ഇതിനകത്ത് ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വാട്സിന്റെ ലൊക്കേഷൻ വെച്ചിട്ടുള്ള വാട്സിലോട്ട് പോവാം. അതായത് വാട്സ് ഓൺ പാംസ് ഓഫ് ഹാൻഡ്സ്, കൈയുടെ അകത്തുള്ള വാട്സ് ആണ് എങ്കിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ്? നാട്രമൂർ ആൻഡ് അന്നാകാർഡിയം. ഒന്ന് ബ്രഷപ്പ് ചെയ്യാണ് ഞാൻ. അതായത് വാട്സ് ഓൺ പാംസ് ഓഫ് ഹാൻഡ്സ്, നാട്രമൂർ ആൻഡ് അന്നാകാർഡിയം. ഇനി നെക്സ്റ്റ് വാട്സ് എന്ന് പറയുന്നത് ലാർജ് ജാഗ്ഡ് പെഡങ്കുലേറ്റഡ് ബ്ലീഡിങ് ഈസി. നമ്മൾ വാട്സ് ജസ്റ്റ് ഒന്ന് തട്ടുവോ, എവിടെങ്കിലും ഒക്കെ തട്ടിയാൽ മതി, അപ്പൊ തന്നെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. മോയ്സ്ചർ അതിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മോൾ വാട്സ് ആയിരിക്കും ഓൾ ഓവർ ദ ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ വാട്സിനും കൊടുക്കാൻ പറ്റും. സ്മോൾ വാട്സ് ഓൾ ഓവർ ദ ബോഡി, ബോഡിക്കകത്ത് മൊത്തം ചില ആൾക്കാർ കാണുമല്ലോ, കുരുകുരുകുരാന്ന് വാട്സ് കാണും. അപ്പൊ അത്രയും നന്നായിട്ട് വാട്സ് ഓൾ ഓവർ ദ ബോഡി, ഓൺ ഐലിഡ്സ് ആൻഡ് ഫേസ്. അപ്പൊ നമ്മൾ നേരത്തെ പാം പറഞ്ഞ പോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പോയി ഇപ്പൊ തന്നെ പഠിച്ചങ്ങ് പോവാം. നമുക്കത് നാട്രമൂറും അന്നാകാർഡിയം പാംസി പറഞ്ഞ പോലെ കണ്ണിന്റെ പോളയിൽ വരുന്ന വാട്സ്, ഇത് വാട്സ് ഓൺ ദ ഐലിഡ്സ്, ഫേസ്, മുഖത്ത്, കണ്ണിന്റെ പോളയില്, മുഖത്ത്, മൂക്കില്, ഇത് കൺപോള, മുഖം, മൂക്ക്, ഇത്രയും 3 ലൊക്കേഷനിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് തിങ്ക് ഓഫ് ദാറ്റ് വിച്ച് ഇസ് എ മെഡിസിൻ. കോസ്റ്റിക്ക ആണ് മെഡിസിൻ. അതായത് ലാർജ് വാട്സ്, പെഡങ്കുലേറ്റഡ്, ബ്ലീഡ് ഈസ്ലി, മോയ്സ്ചറൂസസ്, ലൊക്കേഷൻ എവിടെയൊക്കെ വരാം? ഓൾ ഓവർ ദ ബോഡി നമുക്ക് കുരുകുരുന്ന് വാട്സ് വരാം. പിന്നെ അല്ലാതെ ലൊക്കേഷൻ എവിടെയൊക്കെയാ? ഐലിഡ് വരാം, പിന്നെ ഇവിടെ ഫേസിൽ വരാം, നോസിൽ വരാം. ഇത്രയുമാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കോസ്റ്റിക്ക. ഓക്കെ, ഇനി അടുത്തത് വാട്സ് ഫ്ലഷി, ലാർജ് ആൻഡ് സ്മൂത്ത്. ഫ്ലഷി ആയിട്ടുള്ള വാട്സ് ആണ്, ലാർജ് ആണ്, പക്ഷെ സ്മൂത്ത് ആയിട്ടുള്ള വാട്സ് ആണെങ്കിൽ ഓൺ ദ ബാക്ക് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. ഇത് നമ്മുടെ ഹാൻഡിന്റെ ബാക്കിലും അതേപോലെ ഓൺ ദി ബാക്ക് ഓഫ് പാമിലല്ല, ഹാൻഡ്സ്, ബാക്ക് ഓഫ് ദി ഹാൻഡും പാംസ് ആൻഡ് ഫിംഗേഴ്സും ആണെങ്കിൽ, ബാക്ക് ഓഫ് ഹാൻഡ്സ് പ്ലസ് ഫിംഗേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? തൂജയുണ്ട്. അതർ ദാൻ ദാറ്റ് ഏതാണ്? ഡൾ ക്യാമറയാണത്. അതായത് വാട്സ് പിന്നെ പാമിലല്ല, ഹാൻഡില്, വിരലിലും ഹാൻഡിന്റെ മുകളിലും വിരലിലുമാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് തൂജയുണ്ട്. പിന്നെ ഏതാണ്? ഡൾ ക്യാമറ. ഒന്നും കൂടെ ഇത്ര വാട്സ് നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് അടിക്കാം. അതായത് പാംസ് ഓഫ് ഹാൻഡ്സ് ഏതൊക്കെയാണ്? നാട്രമൂറും, പിന്നെ ഏതാണ് പാംസ് ഓഫ് ഹാൻഡ്സ് വന്നത്? നാട്രമൂർ, അന്നാകാർഡിയവും. പിന്നെ വാട്സ് എങ്ങനെയാണ്? കുറച്ചൊക്കെ വലിയ ലാർജ് ആയിട്ടുള്ള വാട്സ് ആണ്, അല്ലെങ്കിൽ കുഞ്ഞു വാട്സ് ഓൾ ഓവർ ദ ബോഡിയാണ്, മോയ്സ്ചർ ആണ് അതിൽ നിന്ന് യൂസ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യും. പിന്നെ ലൊക്കേഷൻ കണ്ണിന്റെ പോളയില്, പിന്നെ ഫേസിൽ, നോസിൽ, ഇത്രയും വരുന്ന വാട്സ് ആണെങ്കിൽ ഏതായിരിക്കും? ഇറ്റ് ഈസ് കോസ്റ്റിക്. പിന്നെ ഹാൻഡിന്റെ മുകളിലും ഫിംഗേഴ്സിലും വരുന്ന വാട്സ് ആണെങ്കിൽ ഏതായിരിക്കും? തൂജ ആൻഡ് ഡൾ ക്യാമറയാണ്. ഇനി അടുത്തെന്ന് പറയുന്നത്
അതായത് വാട്സ് ഓൺ പാംസ് ഓഫ് ഹാൻഡ്സ്. ഇത് പാംസ് ഓഫ് ഹാൻഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, നാട്രമൂറും അന്നാക്കാർഡിയം പറഞ്ഞു. ഒന്നും കൂടെ പറയാണ്, പാംസ് ഓഫ് ഹാൻഡ്സ് ആണ്. പക്ഷെ പാംസ് ഓഫ് ഹാൻഡ്സ് ആണ്, പക്ഷെ നമുക്ക് സോർ ടു ടച്ച്, തൊടുമ്പോൾ വേദന പോലെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നാട്രം കാർബാണ്. പാംസ് ഓഫ് ഹാൻഡ്സ് ആണ്. സോർ ടു ടച്ച്, ദാറ്റ് ഇസ് നാട്രം കാർബ്. നെക്സ്റ്റ് വാട്സ് കോണ്ടൈലോമാറ്റിക് ആണ്, സൈക്കോട്ടിക് ഓർ സിഫിലിറ്റിക് ആണ്, ലാർജ് ജാഗ്ഡ് പെഡങ്കുലേറ്റഡ് ആണ്, ബ്ലീഡിംഗ് റെഡിലി ഓൺ വാഷിംഗ്, മോയിസ്റ്റ് ഊസിംഗ് ആണ്, സ്റ്റിക്കിംഗ് പെയിൻ ഉണ്ട്, എഫക്ട്സ് എസ്പെഷ്യലി ഓഫ് ദ മ്യൂക്കസ് ഔട്ട്ലെറ്റ്. മ്യൂക്കസ് ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ വരാം? അതായത് മ്യൂക്കസ് ഔട്ട്ലെറ്റ് ഓഫ് ദ ബോഡി, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ജോയിൻ. അപ്പൊ എവിടെയൊക്കെയാ? മൗത്ത് വരാം, നോസ് വരാം, റെക്ടം വരാം, ഏനസ് വരാം, യുറീത്ര വരാം, വെജൈന വരാം. അത് എന്താണ്? 2 മെഡിസിൻസ് ആണ്. ദാറ്റ് ഈസ് ഈ പറഞ്ഞ ഇത്രയും സിംറ്റം കൂടെ കവർ ചെയ്യുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ആണ്. പക്ഷേ ഈ മ്യൂക്കസ് മെംബ്രെയിനകത്ത് വരുന്നതിനകത്ത് നമുക്ക് കൂടുതൽ ആക്ഷൻ കിട്ടുന്ന മെഡിസിൻ മ്യൂറിയാറ്റിക് ആസിഡും ഉണ്ട്. മ്യൂക്കസ് മെംബ്രെയിനകത്ത് വരുന്നത് നൈട്രിക് ആസിഡ് പോലെ തന്നെ മ്യൂറിയാറ്റിക് ആസിഡും ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ വാട്സ് കോണ്ടൈലോമാറ്റ ആണ്. വാട്സ് കോണ്ടൈലോമാറ്റ ആണ്. കോണ്ടൈലോമാറ്റിക്, സൈക്കോട്ടിക് ഓർ ലാർജ് ജാഗ്ഡ് പെഡങ്കുലേറ്റഡ്, കുറച്ച് വലിയ വാട്സ് ആണ്. ബ്ലീഡിംഗ് റെഡിലി ഓൺ വാഷിംഗ്, മോയിസ്റ്റ് ഊസിങ്, അതിൽ നിന്ന് മോയിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് വേദനയുണ്ട്. പെയിൻഫുൾ വാട്സ്, നാട്രം കാർബ്, സ്റ്റാഫിസാഗ്രിയ, തൂജ, ഇത് 3 പെയിൻഫുൾ വാട്സ് ആണ്, വേദനയുള്ള വാട്സ് ആണ്. എഫക്ട്സ് എസ്പെഷ്യലി മ്യൂക്കസ് ഔട്ട്ലെറ്റ്. മ്യൂക്കസ് ഔട്ട്ലെറ്റ് നമ്മുടെ സ്കിന്നിന് മ്യൂക്കസ് മെംബ്രെയിൻ തൊടുന്ന എല്ലാ ഭാഗത്തും വാട്സ് വരെയാണ്. ദാറ്റ്സ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ആണ്. പിന്നെ ഈ യൂട്രൈൻ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ നമ്മുടെ യൂട്രൈൻ വാർഡ്സിനകത്ത് നമ്മളെല്ലാവരും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ വെച്ചിട്ട് യൂട്രൈൻ വാർഡ്സ് ട്രീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോളിപ്പ് ഇത്രയും സൂപ്പർ ആക്ഷൻ കിട്ടുന്ന, നമുക്ക് ഹോമിയോപ്പതി മെഡിസിന് ഭയങ്കര വണ്ടർഫുൾ ആക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ഇതാണ് പോളിപ്പ്. എവിടെ പോളിപ്പ് വന്നാലും നമുക്ക് തിങ്ക് ഓഫ് ദിസ്, ഈ പറഞ്ഞ പോലെ നൈട്രിക് ആസിഡോ തൂജയോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ പോളിപ്പ് പെട്ടെന്ന് പോകും. ഐ ഹാവ് എക്സ്പീരിയൻസ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നാൽ യൂട്രൈൻ പോളിപ്പ് ഇത്രയും സ്പീഡിലി ഹോമിയോപ്പതിക്കകത്ത് പോകുമോ എന്ന് നമ്മൾ ശരിക്കും, ഞാൻ അതിന്റെ ഫോട്ടോസ് കോപ്പീസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 1 month ട്രീറ്റ്മെന്റിനകത്ത് തന്നെ പോളിപ്പ് വാനിഷ് ആയി. അതേപോലെ ഗോൾ ബ്ലാഡർ പോളിപ്പ് സൂപ്പർ ആക്ഷൻ കിട്ടുന്ന മെഡിസിൻസ് ആണ് ദിസ് നൈട്രിക് ആസിഡ് ആൻഡ് തൂജ. അതേപോലെ സ്റ്റാഫിസാഗ്രിയ, ദിൽ ബി ഹാവിംഗ് എ സപ്രസീവ് ഹിസ്റ്ററി. കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ് മെയിൻറ്റെയിനിങ് കോഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തായിരിക്കും? ഭയങ്കര ടോർച്ചറിംഗ് ആയിട്ടൊരു പാർട്ണർ ആയിരിക്കും. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പിള്ളേരും മക്കളും ഒക്കെ ആയിട്ട് ഒരു തരത്തിൽ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആ പറയുന്ന പേഴ്സന്റെ എന്താണ് ഓവർ കമാൻഡിങ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന പാർട്ണർ ആയിരിക്കും. ബട്ട് ഷി വോണ്ട് ടു എസ്കേപ്പ്, ബട്ട് നോ അതർ ഓപ്ഷൻ. അപ്പൊ ഇതുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അങ്ങനത്തെ കേസസിനകത്ത് വാട്ട് ഹാപ്പൻഡ് ഈസ് ദ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ദർ ബി ഫോർമേഷൻ ഓഫ് പോളിപ്പ്, എക്സ്ട്രാ ഗ്രോസും മോൾസും പോളിപ്സും നമ്മുടെ ഏതെങ്കിലും ഓർഗൻസിൽ കയറി വരും. അപ്പം ആ കേസസിനകത്ത് തിങ്ക് ഓഫ് ദിസ് നൈട്രിക് ആസിഡ്. നല്ല ആക്ഷൻ കിട്ടും നൈട്രിക് ആസിഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ബോർഡ്സ് വിത്ത് സോർ പെയിൻ, നല്ല വേദനയുണ്ട്. ഫ്ലാറ്റ് സ്മൂത്ത് ഓൺ പാംസ് ഓഫ് ഹാൻഡ്സ്, കയ്യിൽ പാംസ് ഓഫ് ഹാൻഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു നാട്രം കാർബൺ, നാട്രം മൂറും ഉണ്ട്. ഇഫ് ഓൺ ബാക്ക് ഓഫ് ഹാൻഡ്സ് നമുക്കറിയാം ഡൽക്യാമറയാണ്. അപ്പൊ പക്ഷെ വാട്സ് വിത്ത് സോർ പെയിൻ, ഫ്ലാറ്റ് സ്മൂത്ത് ഓൺ പാംസ് ഓഫ് ഹാൻഡ്സ്. ഈ പാംസ് ഓഫ് ഹാൻഡ്സിൽ വേറുള്ളത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലാറ്റും സ്മൂത്തും ആണെങ്കിലാണ് ഈ മെഡിസിൻ ഇൻഡിക്കേറ്റഡ്. ദാറ്റ് ഇസ് റൂട്ട. ഇങ്ങനെയാണ് പാംസ് ഓഫ് ഹാൻഡ്സിൽ നമുക്ക് നേരത്തെ പറഞ്ഞു നാട്രം മൂറും പറഞ്ഞു, നാട്രം കാർബും പറഞ്ഞു. അങ്ങനെ അല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള വേർഡ്സ് എങ്ങനെ? ഫ്ലാറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഓൺ പാംസ് ഓഫ് ഹാൻഡ്സ്. പിന്നെ എന്താണ്? സോർ പെയിൻ, നല്ല സോർ പെയിൻ ഉണ്ട്. പിന്നെന്താണ്? നമുക്ക് പാംസ് ഓഫ് ഹാൻഡ്സ് മാത്രമല്ല പുറത്തുമുണ്ട്. ഡൽക്യാമറയെ പോലെ ബാക്ക് ഓഫ് ഹാൻഡ്സും കൂടെ വരികയാണെങ്കിൽ ബോൺ ബാക്ക് ഓഫ് ഹാൻഡ് ആൻഡ് ഇൻസൈഡ് ദ പാംസ് ഓഫ് ഹാൻഡ്സ്. ഫ്ലാറ്റ് സ്മൂത്ത് വേർഡ്സ് ആണെങ്കിൽ തിങ്ക് ഓഫ് ദിസ് റൂട്ടയാണ്. നെക്സ്റ്റ്, ഇനി നമ്മൾ ഈ ശരിക്കും ഈ വാർഡ്സിനകത്ത് നമ്മൾ സാധാരണ കാണാറുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്? വാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിൽ ബി ഹാവിംഗ് ബ്ലീഡിങ് കാണും, ചിലപ്പോൾ ഊസിങ് കാണും, ചിലപ്പോൾ വലുതായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പം സോർ പെയിൻ കാണും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില വാർഡ്സിനകത്ത് ഇച്ചിങ്ങും കൂടെ കയറി വരും, ചൊറിച്ചിൽ വരും.
അത് ഫിഗ്ബോർഡ്സ് വിത്ത് ഇൻടോളറബിൾ ഇച്ചിങ് പ്ലസ് ബേണിംഗ്. ഭയങ്കര ഇച്ചിങ്ങും ഉണ്ട്, ബേണിങ്ങും ഉണ്ട്. എക്സ്യൂബറന്റ് ഗ്രാനുലേഷൻസ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? എക്സ്യൂബറന്റ് ഗ്രാനുലേഷൻസ് ഉള്ള മെഡിസിൻ എന്ന് പറയുന്നത് തൂജയും നൈട്രിക് ആസിഡും ആണ്. അതിന്റെ കൂടെ തന്നെ ഇൻഡിക്കേറ്റ് ഉള്ള ഈ പറഞ്ഞ മെഡിസിൻ ആണ്. അതായത് നല്ല വാർഡ്സ് വന്നിട്ട് നല്ല ചൊറിച്ചിലുണ്ട്. ഈ പറഞ്ഞ മെഡിസിൻ ദീസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് ഫോർ എന്താണ് ഫൈബ്രോയിഡ്സിനും പിന്നെ ഫൈബ്രോയിഡ്സിനും ഒക്കെ ഇൻഡിക്കേറ്റ് ഉള്ള മെഡിസിൻ ആണ് ഇത് സബീന. എന്താണ് ആ യൂട്രൈൻ ഹെമറേജ് ഫൈബ്രോയിഡ്സ്. എന്തുകൊണ്ടാണ്? ചില കേസിലൊക്കെ നമുക്ക് വരും എന്താണ് ബ്ലീഡിംഗ് ആണ്, കണ്ടിന്യൂസ് ബ്ലീഡിംഗ്, ഒരു മെഡിസിൻ കൊടുത്തിട്ട് ശരിയാവുന്നില്ല. പക്ഷെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് പോളിപ്സോ സം ഗ്രോത്ത് പോലൊക്കെ കാണും, ഫൈബ്രോയിഡോ അല്ലെങ്കിൽ ഗ്രോത്ത് കാണും. പക്ഷേ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്തായിരിക്കും? പിന്നെ ഇൻടോളറബിൾ ഇച്ചിങ് പ്ലസ് ബേണിംഗ് ആണ്. ഈ വാട്സിന്റെ സ്കിന്നിൽ വരുന്ന വാട്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇൻടോളറബിൾ ഇച്ചിങ്ങും ബേണിംഗും ഉണ്ട്. അപ്പം അതിന് ഇൻഡിക്കേറ്റ് ഉള്ള മെഡിസിൻ ആണ് സബീന. നെക്സ്റ്റ് ഫിഗ്വാർഡ്സ്. ഫിഗ്വാർഡ്സ് വന്നിട്ട് എങ്ങനെയായിരിക്കും? ഡ്രൈ പെഡങ്കുലേറ്റഡ് ആണ്, കോളിഫ്ലവർ ലൈക്ക് ഗ്രോത്ത് വരുന്നു. എന്നുവെച്ചാൽ എന്താണ്, ഇച്ചിരി വലിയ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആയിട്ട് വരുന്ന വാർഡ്സ് ആണ്. ആഫ്റ്റർ അബ്യൂസ് ഓഫ് മെർക്കുറി ആണെങ്കിൽ വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ഏതൊക്കെയായിരിക്കും? നൈട്രിക് ആസിഡ്, സബീന ആൻഡ് തൂജ. എന്താണ്? ഫിഗ്വാർഡ്സ്, ഡ്രൈ പെഡങ്കുലേറ്റഡ്, കോളിഫ്ലവർ ലൈക്ക് ഗ്രോത്ത്, ആഫ്റ്റർ അബ്യൂസ് ഓഫ് മെർക്കുറി, നൈട്രിക് ആസിഡ്, സബീന ആൻഡ് തൂജ. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് കുറച്ച് വലിയ വാർഡ്സ് വരുമ്പോഴത്തേക്ക് സാധാരണ ഇൻഡിക്കേറ്റഡ് ഉള്ള മെഡിസിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നൈട്രിക് ആസിഡും തൂജയും കോസ്റ്റിക്കും ഒക്കെ വലിയ വലിയ വാർഡ്സിന്റെ ആളുകളാണ്. പക്ഷെ വാട്സ് ലാർജ് ആണ് സി ഡി പെഡങ്കുലേറ്റഡ്, ലാർജ് സി ഡി പെഡങ്കുലേറ്റഡ് ആണെങ്കിൽ എന്തൊക്കെയാണ്? സ്റ്റാഫി സാക്രിയ ആൻഡ് തൂജ. ഒരുമാതിരിപ്പെട്ട വാർഡ്സിനകത്ത് എല്ലാം തൂജ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉള്ളപ്പോൾ അതാത് ലൊക്കേഷനിലുള്ള വാർഡ്സ് മെഡിസിൻ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം ഇതോടുകൂടി നമ്മുടെ വാർഡ്സ് ഏകദേശം വാർഡ്സ് ഞാനൊന്ന് ചാടിപ്പോയി. പതിവിലും വിപരീതമായിട്ട് വളരെ ഒരു സീരിയസ് ക്ലാസ് ആണ് നമുക്ക് ഇന്ന് ലഭിച്ചത്. എങ്കിലും വളരെ വിലപ്പെട്ടൊരു ക്ലാസ്സും നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ്സുമാണ് ഡോക്ടറിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനോ എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി സമയമുണ്ട്, 10-13 മിനിറ്റ് ഉണ്ട്. ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. ഇതില് ഒരു ഡോക്ടർ ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു ഹൈപ്പർടെൻസിയാണ് നല്ലതെന്ന്. അതാണ് കറക്റ്റ്. ശരിക്കും എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ള ഹൈപ്പർടെൻസി ആണ് കുറച്ചും കൂടെ അർത്ഥം കിട്ടുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബിന്ദിയ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം മാഡം, പറഞ്ഞോ. ഡോക്ടറെ, ഈ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കഴുത്തിന് ചുറ്റിനും കുഞ്ഞു വാർഡ്സ് വരുമല്ലോ. മിക്കവാറും ലേഡീസിനൊക്കെ കഴുത്തിന് ചുറ്റിനും കുഞ്ഞു വാർഡ്സ് പോലെ വരുമല്ലോ. കഴുത്തിന് ചുറ്റിനും വരുന്ന വാർഡ്സ് അതിനേതായിരിക്കും കൂടുതൽ നല്ലത്? മിക്കവാറും ലേഡീസിനൊക്കെ കാണാലോ ഒരു 40 കഴിയുമ്പോൾ. മാഡം, ഈ കഴുത്തിന് ചുറ്റിനും വരുന്ന വാർഡ്സിന് യൂഷ്വലി ഇൻഡിക്കേറ്റഡ് ഒരു മെഡിസിൻ എന്ന് പറയുന്നത് നാട്രമൂർ ആണ്. പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഓരോ വാർഡ്സിന്റെയും പ്രത്യേകത പറഞ്ഞല്ലോ, വലുതാണോ ചെറുതാണോ സി ഡി ആണോ പെഡങ്കുലേറ്റഡ് ആണോ. അപ്പൊ ആ ക്വാളിറ്റി നോക്കിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ അക്യൂട്ട് ആയിട്ട് കൊടുത്തിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണുമല്ലോ. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വാർഡ്സിനകത്ത് ചേഞ്ച് വരും. അല്ല നമുക്ക് സാധാരണ യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സാധാരണ ഗതിയിൽ നമ്മൾ ഈ വാർഡ്സിനകത്ത് ഒരു സൈക്കോട്ടിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് നമ്മളെല്ലാം തൂജ കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു ഹൈ പവർ നമ്മൾ മെഡിസിൻ കൊടുക്കാറുണ്ട്. ഈ ഹൈ പവർ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ആ പേഴ്സൺ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണുമല്ലോ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു മെഡിസിനും കൊടുത്തിട്ട് നമ്മൾ ബയോകെമിക്കൽ സൈലീഷ്യസ് എക്സെക്സും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആക്ഷൻ കിട്ടും. അപ്പം ടിഷ്യൂ ലെവൽ കറക്ഷൻ ടിഷ്യൂ ലെവൽ കറക്ഷൻ വേണ്ടെടുത്ത് നമുക്ക് ടിഷ്യൂ ലെവൽ കറക്ഷനുമായി, കോൺസ്റ്റിറ്റ്യൂഷൻ കറക്ഷൻ വേണ്ടെടുത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കറക്ഷനുമായി, മിയാസ്മാറ്റിക് കവർ. പക്ഷെ വാട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് അല്ലേ? അതായത് നമ്മുടെ ഈ വാട്സ് പുറത്തേക്ക് വരുമ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ ചില കേസസിലൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, മാഡം വാട്സ് വന്നിട്ടുണ്ട്, അപ്പൊ വാട്സ് എന്താ ചെയ്ത കോട്ടറൈസ് ചെയ്തു,
അല്ലെങ്കിൽ അവർ അലോപ്പതി ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ ബേൺ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കിക്കുക, ആ പേഷ്യന്റിന്റെ എവിടെയെങ്കിലും അകത്തൊരു ഗ്രോത്ത് കാണും. കാരണം എന്താണ്, അതെ അതെ. അകത്ത് സൈക്കോട്ടിക് ബാക്ക്ഗ്രൗണ്ട് അകത്ത് വരുന്നത് കൊണ്ടാണ് അതിങ്ങനെ പുറത്തോട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ സൈക്കോട്ടിക് ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം ആ പേഷ്യന്റ് എന്തോ ഒരു സൈക്കോട്ടിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അത് പ്രസന്റ് അതെ. ചെയ്യുന്നത് അത് ഉള്ളത് കൊണ്ട് എന്താണ് അവരുടെ പ്രശ്നം എന്ന് നോക്കിയിട്ട് അതിനുള്ള മെഡിസിൻ കൊടുക്കുക, അല്ലാതെ പാർട്സിനെ സപ്രസ് ചെയ്യുന്നത് ഒരു പാർട്സിനെ പൊളിച്ച് കളയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം പിന്നെയും വേറുള്ള എവിടെയെങ്കിലും ഭാഗത്തോട്ട് പാർട്സ് വരൂലേ? അതെ അതെ. അതാണ് മാഡം. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. ഇതില് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കാൻഡിഡിയാസിസിനുള്ള ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടല്ലോ. കാൻഡിഡിയാസിന് മെഡിസിൻ ആണോ ചോദിക്കുന്നത്? ഇപ്പൊ പറയാം. മെഡിസിൻ ഫോർ കാൻഡിഡിയാസിസ് ഒരു ചോദ്യമുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ മാഡം, കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന മെഡിസിൻ ഒത്തിരി ഉണ്ട്. നമുക്ക് അതൊരു ക്ലാസ് ആയിട്ട് വെച്ചാലേ കാൻഡിഡിയാസിസ് മൊത്തം എടുക്കാൻ പറ്റും. കാൻഡിഡിയാസിസ് ഇപ്പൊ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കാൻഡിഡിയാസിസിന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പം പിന്നെ 2 മെയിൽസും ഒരു ഫീമെയിൽസും എനിക്ക് ആക്ഷൻ കിട്ടിയിട്ടുള്ളത് ഞാൻ പറയുന്നത്, നമ്മൾ എന്തായാലും കോൺഷ്യൽ മെഡിസിൻ എന്തായാലും കൊടുക്കേണ്ടി വരും. അതർ ദാൻ ദാറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻ എന്ന് വെച്ചാൽ സൾഫർ 1 mg, 1 ഡോസ് സൾഫർ 1 mg. പിന്നെ ലേഡീസ് ആണെങ്കിൽ എനിക്ക് കിട്ടുള്ള, കാരണം ഈ കാൻഡിഡിയാസിസ് വിത്ത് ലേഡീസിന്റെ കേസസിനകത്താണെങ്കിൽ നല്ലപോലെ ആക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ഗ്രാഫൈറ്റിസ്. 1 mg ഡിസ്ചാർജ്, ആ വരുന്ന ഡിസ്ചാർജ്, ഇച്ചിങ്, ഇറപ്ഷൻസ് അതെല്ലാം കൂടെ വെച്ചിട്ട് ഗ്രാഫൈറ്റിസ് 1 mg സൾഫർ 1 mg വെച്ച് നന്നായിട്ട് നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റും. പിന്നെ മെയിൽസിന്റെ കേസസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ആക്ഷൻ കിട്ടുന്ന ലൈക്കോപോഡിയം 1 mg ആണ്. സൾഫർ 1 mg, ലൈക്കോപോഡിയം 1 mg. ഇത് രണ്ടും നല്ല ആക്ഷൻ കിട്ടുന്ന 2 കോൺസൾട്ട് മെഡിസിൻസ് ആണ്. പിന്നെ ഇത് നോക്കണം, നമ്മൾ പേഷ്യന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് എന്നിരുന്നാലും ഈ പറഞ്ഞ മെഡിസിൻസ് എവിടെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ കാൻഡിഡിയാസിസിനകത്ത് നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കാൻഡിഡിയാസ് പറഞ്ഞ സാധനത്തിന് നമുക്ക് ഒരു ദിവസം ക്ലാസ് വെക്കണം. അത് ടോപ്പിക്കാണ് കാൻഡിഡിയാസിസ്. ഒരു അതിന്റെ ഡിസ്ചാർജിന്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓരോന്നിനും മെഡിസിൻ ഉണ്ട്. കാൻസാരിസ് ഉണ്ട്, പിന്നെ ഗ്രാഫൈറ്റിസ് ഉണ്ട്, സൾഫർ ഉണ്ട്, ലൈക്കോപോഡിയം ഉണ്ട്, പിന്നെ സീക്കേൽ കോർ ഉണ്ട്. അങ്ങനെ കുറേ മെഡിസിൻസ് ഉണ്ട്. പക്ഷെ അത് ആ കറക്റ്റ് ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമ്മൾ കുറേ മെഡിസിൻസ് അത് ഉണ്ട് കറക്റ്റ് ആക്ഷൻ കിട്ടുന്നത്. അത് നമുക്ക് ഒരു ദിവസം ക്ലാസ് വെക്കാം. അടുത്ത ക്വസ്റ്റ്യന് മൊളാസ്കം മെഡിസിൻ. അതാ പറഞ്ഞ മൊളസ്കസ് കണ്ടേജിയോസും ഒക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ ഫുൾ ക്ലാസ് വെക്കേണ്ട സാധനങ്ങളാണ് അതൊക്കെ. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ജയേന്ദ്രൻ ഡോക്ടർ വരുന്നേ ഉള്ളൂ. ജയേന്ദ്ര സാറിന് ലേറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു. ഇപ്പൊ വരുന്നേ ഉള്ളൂ. സാറ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വരുമായിരിക്കും അല്ലേ? ഈ കഴുത്തിന് ചുറ്റും എന്ന് പറഞ്ഞപ്പോ അതൊരു സ്കിൻ ടാഗ് എന്ന് പറയാൻ പറ്റിയാല്? അതാ മാഡം, സ്കിൻ ടാഗ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ സ്കിൻ ടാഗ് എന്ന് പറയാന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഈ സ്പെസിഫിക് ചില റെമഡി നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേഷൻ പറയുന്നുണ്ടെങ്കിലും കൊടുക്കുമ്പോൾ ആക്ഷൻ കിട്ടുന്ന മെഡിസിൻസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് മെഡിസിൻസ് അങ്ങനെ തന്നെ ഉണ്ട്. ട്യൂബർകുലിനം, നാട്രമൂർ 1 mg ഒക്കെ സൂപ്പറായിട്ട് ആക്ഷൻ കിട്ടുന്ന മെഡിസിൻസ് ആണ് ഈ സ്കിൻ ടാഗിന്. എനിക്കൊരു കേസ് കിട്ടിയത് പാമ്പില് ഭയങ്കര വലുതായിട്ട് ഫ്ലാറ്റ് ആയിട്ട് വന്ന് ഞാൻ 1-2 അങ്ങനെ ഉള്ള മെഡിസിനൊക്കെ വെച്ച് കൊടുത്തിട്ടും അത് പോയില്ല. പിന്നെ ആളുടെ രീതി വെച്ച് നോക്കിയപ്പോ സൈലീഷ്യ വന്നു. സൈലീഷ്യ 1 mg കൊടുത്തത് മുഴുവൻ പോയി. നല്ല കാര്യം മാഡം. അതാ നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോ വേറെ ആയിരിക്കും. അത് ഞാൻ അല്ലാതെ പാമ്പും ഒക്കെ വെച്ച് കൊടുത്തു, പക്ഷെ അതിലൊന്നും പോയില്ല. റൂട്ട കൊടുത്തായിരുന്നോ മാഡം? റൂട്ട കൊടുത്തിട്ടില്ല. പിന്നെ നാട്രമൂർ, ഡൽക്യാമറ അങ്ങനെയൊക്കെ കൊടുത്തു. പക്ഷെ അവസാനം ഈ സൈലീഷ്യ ആളുടെ സ്വഭാവം വെച്ച് നോക്കി കൊടുത്തപ്പോഴത്തേക്ക് അത് മുഴുവൻ അങ്ങ് പോയി. 1 mg കൊടുത്തു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല കാര്യം മാഡം. അതാ പറഞ്ഞ നമ്മുടെ ഈ ഹോമിയോപ്പതിക്കകത്ത് ഈ പറഞ്ഞ പോലെ എക്സിമയ്ക്കൊക്കെ സത്യം പറയാം, എക്സിമ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ടെന്ന് അറിയുമോ? ചില പേഷ്യൻസ് നമുക്കറിയാം, ചില പേഷ്യൻസ് വന്നു പറഞ്ഞു ഡോക്ടറെ എത്ര നാളായിട്ട് ട്രീറ്റ് ഇന്ന് നമ്മുടെ എന്റെ ഒ പിയിൽ ഇന്നൊരു പേഷ്യന്റ് വന്നു പറഞ്ഞു ഡോക്ടറെ അയ്യോ 1 വർഷമായിട്ട് ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്താണ്,
കഴിഞ്ഞ പ്രാവശ്യം വന്ന് മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ആശ്വാസമായി. വീട്ടിലെല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം. ഇന്ന് വൈഫിനെയും കുട്ടിയെയും ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ അവര് പറയുന്ന അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അയാൾ പറയുന്നത് എത്രയോ രൂപ അവരുടെ കയ്യിൽ നിന്ന് പോയി. പോകുമ്പോഴെല്ലാം ലോഷനാണ് കൊടുക്കുന്നത്, ഉള്ളി മെഡിസിൻ കൊടുക്കുന്നില്ല. ലോഷനും എന്തൊക്കെയോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. 2000 രൂപ ബില്ലും വരുന്നുണ്ട്. ഒരു കുറവുമില്ല. ഇങ്ങനെ പറഞ്ഞ സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ഗവൺമെന്റ് ഡിസ്പെൻസറി വന്ന് പോകുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഭയങ്കര സന്തോഷം. അവരുടെ ഡയറ്റ് എന്തെങ്കിലും പറയാറുണ്ടോ ഡോക്ടർ? ഡയറ്റ് നമുക്ക് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡയറ്റ് എക്സിമ പോലത്തെ കണ്ടീഷനകത്ത് നമ്മൾ പറയുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയുടെ മഞ്ഞ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. എന്തുകൊണ്ടാ? സൾഫർ ഉണ്ട്. സൾഫർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കഴിയുന്ന ഒഴിവാക്കുക. ഇറച്ചി ഐറ്റംസിനകത്ത് സൾഫർ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ മീറ്റിനകത്ത് സൾഫർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ സൾഫർ കണ്ടന്റ് ഉള്ളി, സവാള ഉള്ളി ഭയങ്കരമായിട്ട് നമ്മളെ സ്കിൻ കംപ്ലൈന്റിനെ കൂട്ടുന്ന ഒരു സാധനമാണ്. എന്തോ സൾഫർ ഉണ്ട്. അപ്പൊ സൾഫർ ഉള്ള ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്കിൻ കംപ്ലൈൻസ് നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്തെടുക്കാം. അതേപോലെ മീനിനകത്ത് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മീനകത്ത് അത് പക്ഷെ അതിന്റെ എൻ്റെ അടുത്ത് ഒരു ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. അവര് സ്കിൻ ഡിസീസസിനകത്ത് അവര് റെസ്ട്രിക്ഷൻ പറയുന്നത് ചൂര, അയില, കൊഞ്ച്, ഞണ്ട്, കണവ ഇത്രയും സമ്മതിക്കില്ല എന്ന്. കാരണം ഇത്രയും ഫിഷ് ഇസ് സപ്പോസ് ടു ബി ഹാവിങ് കാൽഷ്യം കണ്ടന്റ് കൂടുതലുള്ള ഫിഷ് ആണെന്ന്. അതുകൊണ്ട് അവർ ഇത്രയും ഫിഷ് സമ്മതിക്കില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതേപോലെ ഈ പറഞ്ഞ കണക്ക് സവാള, ഉള്ളി, മുട്ടയുടെ മഞ്ഞയൊക്കെ സൾഫർ കുറച്ച് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ നന്നായിട്ട് പോയി ആക്ട് ചെയ്യും. ലൊക്കേഷൻ വൈസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, നമുക്ക് 4 മിനിറ്റ് ഉണ്ട്. അനിൽകുമാർ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടറെ. നമസ്കാരം നിത്യ ഡോക്ടറെ. സംഗതി നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. സാറ് ഈസ്റ്റ് ഫോർട്ടിലുള്ള ഡോക്ടറാണോ? ഈസ്റ്റ് ഫോർട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണോ? അല്ലല്ല, ഞാൻ ഗാന്ധാരി അമ്മൻ കോവിൽ റോഡ് സ്റ്റാച്യു, സെക്രട്ടേറിയറ്റ് തെക്ക് ഭാഗത്ത്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആർക്കെങ്കിലും അവരുടെ അനുഭവങ്ങൾ കൂടെ പറയാവുന്നതാണ്. ഭദ്രൻ സാർ ഉണ്ടല്ലോ. സാറ് ഈ സ്കിൻ ഡിസീസിനകത്തെ മാഡം ഈ സ്കിൻ ഡിസീസസിനകത്ത് നമ്മള് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആദ്യം കൊടുക്കുന്നതിനോട് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? ഞാനങ്ങനെ കൊടുക്കാറില്ല. അതാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്താൽ കേസ് കുളമാവും. കൊടുക്കാറില്ല. ഷഫീഖ് ഡോക്ടർ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എക്സിമ ബിഹൈൻഡ് ദ ഇയറിന് ഡോക്ടർ പറഞ്ഞില്ല ലൈക്കോപോഡിയം പറഞ്ഞായിരുന്നു. ലൈക്കോപോഡിയം എക്സിമ ബിഹൈൻഡ് ദ ഉണ്ട് സാറേ, ഉണ്ട്. ഞാൻ കോമൺ മെഡിസിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, ലൈക്കോപോഡിയത്തിന് പ്രത്യേകം പറയുന്നുണ്ട്. എക്സിമ ബിഹൈൻഡ് ദ ഇയറിന് ലൈക്കോപോഡിയത്തിന് എഫക്റ്റീവ് ആണ്. ബോറക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സർ. സാധാരണ എക്സിമയ്ക്കൊക്കെ ഏത് പൊട്ടൻസിയാണ്? മീഡിയം മോഡറേറ്റ് പൊട്ടൻസി സ്കിൻ ഡിസീസസിനകത്ത് എപ്പോഴും നല്ലത്. പക്ഷേ ഈ എക്സിമ ഡിസീസസ് നമ്മൾ എക്സിമ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ്? കാരണം എക്സിമ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. ആ പേഴ്സന്റെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണോ അതിനെ മാച്ച് ചെയ്ത് മാത്രമേ നമ്മൾ എക്സിമയ്ക്ക് മെഡിസിൻ കൊടുക്കാവുള്ളൂ. കാരണം എന്താണ്, മൊത്തത്തിൽ എന്താണ്, ഇമ്മ്യൂൺ സിസ്റ്റം മൊത്തം ഇളകി മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ സ്കിന്നിന് സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ഈ എക്സിമാറ്റസ് പേഷ്യൻസിനകത്ത്. അപ്പോ കഴിയുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളത് മോഡറേറ്റ് പൊട്ടൻസിയാണ് എക്സിമ കേസസിന് എപ്പോഴും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഹീലിംഗ് വളരെ കൂളായിട്ട് അങ്ങ് നടക്കും. ഡോസ് വളരെ മിനിമൈസ് ചെയ്ത് കൊടുക്കണം. അതാണ് മോഡറേറ്റ് പൊട്ടൻസിയാണ് എപ്പോഴും നല്ലത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കാനും പറ്റാറില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് ഓളമാവും. നമുക്ക് ഭയങ്കര സിമിലിമോ ഒക്കെ തോന്നും. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള എക്സിമ അത്ര ഇതാവാറില്ല. ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസിനൊക്കെ അലോപ്പതി ട്രീറ്റ്മെന്റ് എടുത്ത് വളരെ വഷളായി വരുന്ന കേസൊക്കെ നമ്മുടെ മെഡിസിൻ കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആക്കി. അതാണ്. അലോപ്പതിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ല, അവര് കുളമാക്കി വിടും. ആ പേഷ്യന്റ് ഒരിക്കൽ ചെല്ലുന്ന പേഷ്യന്റ് ജീവിതത്തെ ആ പേഷ്യന്റ് പിന്നെ ആ രോഗത്തിൽ നിന്ന് മുക്തി മാറി പോകുന്ന ഒരു അവസ്ഥ വരത്തില്ല. എന്നും സ്കിന്നിൽ ലോഷനും ഓയിൻമെന്റും ആയിട്ട് പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യം. ഭദ്രൻ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാവോ?
ഭദ്രൻ ഡോക്ടർ? ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ മാഡം, അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാലോ. ഞാൻ നന്ദി പറയാനാണ് ഭദ്രൻ ഡോക്ടറെ നോക്കിയത്, ഡോക്ടറെ കണ്ടില്ല. അനിൽകുമാർ ഡോക്ടറെ, നിത്യ ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. അനിൽകുമാർ ഡോക്ടർ. നമസ്കാരം. നമ്മുടെ ഓരോ ക്ലാസ്സും, നിത്യ ഡോക്ടറുടെ ഓരോ ക്ലാസ്സും നമുക്ക് പുതിയ പുതിയ അറിവുകൾ തരുന്ന ഒരു ക്ലാസ്സാണ്. എന്തായാലും ഡീപ്പ് ഇൻ ടു ഡീപ്പ്. എന്തായാലും വളരെ സന്തോഷം. IAPH ക്ഷണം സ്വീകരിച്ച് ഈ ക്ലാസ് ഓരോ പ്രാവശ്യം വരുന്നതിന് വളരെ സന്തോഷം. ഇനി വീണ്ടും വീണ്ടും വരണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എല്ലാ ക്ലാസ്സും ഓരോന്നും എഫക്റ്റീവ് ആവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. നന്ദി അനിൽകുമാർ ഡോക്ടറെ. അങ്ങനെ പതിവ് പോലെ നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്തു തന്ന് നിത്യ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇനി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു വിഷമമായി പോയി ഡോക്ടറെ നോക്കി ഇരുന്നിട്ട് കണ്ടു. അത് മാഡം, ഞാൻ നേരത്തെ കയറാൻ വേണ്ടിയിട്ട് നോക്കിയതാ മാഡം. അപ്പൊ ഞാൻ സാധാരണ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആളെ അല്ല. ഞാൻ അന്ന് കഷ്ടകാലത്തിന് പുറത്തുനിന്ന് പൊറോട്ട മേടിച്ച് കഴിച്ചു. എന്റെ ദൈവമേ, മൊത്തത്തിൽ പോയി. പക്ഷെ ഞാൻ അന്ന് എടുക്കാൻ വേണ്ടി എടുത്തു വെച്ച ടോപ്പിക് ഇതല്ലായിരുന്നു, വേറെ ടോപ്പിക് ആയിരുന്നു. ഡോക്ടറുടെ ആഗ്രഹപ്രകാരം തന്നെ പേപ്പട്ടി വിഷുവിനെ കുറിച്ചുള്ളൊരു നല്ല ചർച്ച നടന്നു വന്ന് അങ്ങനെ ഒരു നല്ലൊരു ചർച്ച അന്ന് നടക്കുകയും ചെയ്തു. ഏതായാലും ഇനിയും ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുമായിട്ടും 1-2 കേസുമായിട്ടും ഒക്കെ വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 5711 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.